الحمد لله الواحد القهار الصمد الجبار الأحد الغفار الذي لم يلد ولم يولد ولم يكن له كفوا أحد بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام صدق الله العلي العظيم يأتي على الناس زمان الصابر فيه على دينه كالقابل على الجمر نبينا رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على سددي مولاي صل وسلم على حبيبك خير سيدي سددي علدي بلا عددي كنا خيدا بيدي
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ നാസർ മുസ്ലിയാർ, അൽഹംദുലില്ലാഹ് സ്വാഗത ഭാഷണം നടത്തിയ ബഹുമാന്യനായ സവാദ് സാഹിബ്, ഉദ്ഘാടന പ്രഭാഷണം നടത്താമെന്നേറ്റ് നമ്മുടെ സദസ്സിൽ വന്ന് അൽഹംദുലില്ലാഹ് സാന്നിധ്യം അറിയിച്ച നമ്മുടെ മഹല്ല് ഖത്തീബ് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാന്യനായ അബൂബക്കർ മുസ്ലിയാർ, ഫضل മുസ്ലിയാർ, മുഹമ്മദ് അലി മുസ്ലിയാർ തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിലെ കാരണവന്മാർ, മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, മജ്ലിസുൻ നൂർ സംഗമത്തിന്റെ കമ്മിറ്റി, ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, വളരെ നേരത്തെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഓടി വന്ന ഉമ്മമാർ, സഹോദരിമാർ, ഈ ആത്മീയ സദസ്സിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ പിഞ്ചോമനയായ മക്കൾ, വിദ്യാർത്ഥിനികൾ, പടച്ച തമ്പുരാൻ സാധുക്കളായ നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ആരാരുമില്ലാതെ നാളെ പോയി കിടക്കേണ്ടി വരുന്ന ഖബറാകുന്ന വീട്ടിന്റെ ഉള്ളിൽ ഇവിടെ ചെലവാക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും വലിയ സമാധാനമായ സമ്മാനമാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ജേഷ്ഠാനുജന്മാർ, ഭാര്യസന്താനങ്ങൾ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ ആദരിച്ചവർ, നമ്മൾ ആദരിച്ചവർ, നമ്മോട് ബന്ധമുള്ള നമ്മുടെ കൂട്ടുകാർ, നാട്ടുകാർ ആരൊക്കെയാണോ ആറടി മണ്ണിനടിയിലുള്ളത്, അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് എപ്പോഴാണോ പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം കൊടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നത്, ആ നിമിഷം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ബദരീങ്ങളുടെ അകമ്പടിയോടുകൂടെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ച് ഈമാനോടുകൂടെ കൽബിൽ ഉറപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ പറഞ്ഞ് റാഹത്തിന് പോകാൻ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആണിനും പെണ്ണിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 6 വർഷമായി അല്ലേ മജ്ലിസുൻ നൂർ തുടങ്ങിയിട്ട്. മജ്ലിസുൻ നൂർ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്കൊരു ബേജാറാണ്, അപ്പോൾ എന്താണ് ഈ കാരണം? മജ്ലിസുൻ നൂർ എന്ന പേരിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഞാനൊക്കെ ചെറുതാകുമ്പോ, ചെറിയ കുട്ടിയാകുമ്പോ, മദ്രസയിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, ആ സമയത്ത് തന്നെ നമ്മുടെ വല്യമ്മാന്റെ വായിൽ നിന്ന് കേട്ടതാണ് ബദരിയ മങ്കൂസിയ. പഴയ കാലത്ത് ചെറിയ ബദ്രീത്ത്, വലിയ ബദ്രീത്ത് എന്ന് പറയും. ഈ 2 ബദ്രീത്തുകൾ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വലിയ ബദ്രീത്തിന് വലിയ ശ്രേഷ്ഠതയാണ്. അത് വല്ല കാര്യങ്ങൾക്കും വേണ്ടി നേർച്ചയാക്കി ചൊല്ലിയാൽ ഉടനടി നടന്നിരുന്നു പഴയ കാലം. അന്ന് സ്ഥിരമായിട്ട് ചൊല്ലിയിരുന്നത് രാത്രിയിലെ ഭക്ഷണത്തിന് ആണുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ അങ്ങാടിയിലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ കൊണ്ട് വന്നാൽ വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷണം വിളമ്പണമെങ്കിൽ നൂറുൽ ഈമാനും അഅ്ലമുസ്സലാത്തും ബദരിയ മങ്കൂസിയും ചൊല്ലിക്കഴിഞ്ഞിട്ടേ ഭക്ഷണം വിളമ്പാറുണ്ടായിരുന്നുള്ളൂ പഴയ കാലത്ത്. ആ സമയം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് അഅ്ലമുസ്സലാത്ത്, നൂറുൽ ഈമാൻ, ബദരിയ മങ്കൂസിയ. അന്ന് എല്ലാ ആളുകളും ഇത് ചൊല്ലി വന്നിരുന്നു. അന്നത്തെ കാലത്ത് നിസ്കാരത്തിന് വേണ്ടി വല്യമ്മ, മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി അന്നത്തെ എല്ലാ ഉമ്മമാരും നിസ്കാര പായയിലേക്ക് നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് ഒരുങ്ങി നിസ്കാരം കഴിഞ്ഞാൽ ഒരു കവറ്, ശീല കൊണ്ട് മുറിഞ്ഞ ഒരു കവർ എടുത്ത് മുന്നിലേക്ക് വെക്കും. ആ കവറിന്റെ ഉള്ളിൽ മങ്കൂസ് മൗലിദിന്റെ ഏടുണ്ടാകും, വിശുദ്ധമായ ഖുർആൻ ഉണ്ടാകും, ഇതുപോലുള്ള ചൊല്ലേണ്ടതായ ദിക്റുകളുടെ ബൈത്തുകളുടെ ഏട്
സ്ഥിരമായിട്ട് ഓതുന്ന ഖുർആൻ തബാറക വാഖിയ പോലുള്ള സൂറത്തുകൾ ഓതിയതിനു ശേഷം ഇശാ വരെയും ഇശാ കഴിഞ്ഞ് ആളുകൾ അങ്ങാടിയിൽ നിന്ന് വരുന്നത് വരെയും ഇതേ നിസ്കാര കുപ്പായം ഇട്ടുകൊണ്ട് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് പഴയ കാലത്ത് നമ്മുടെ വല്യമ്മമാര് അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലിയിരുന്ന ഒന്നാണ് ഇതൊക്കെ. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, രാവിലെ വെച്ച ഭക്ഷണം രാത്രിക്ക് പറ്റൂല. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ വെച്ച ഭക്ഷണം രാത്രിക്ക് പറ്റൂല. രാവിലെ ഒരു ഭക്ഷണം ഉണ്ടാക്കണം, ഉച്ചക്ക് വേറൊന്നുണ്ടാക്കണം, രാത്രി വരുമ്പോഴേക്ക് വേറൊന്ന് വെക്കണം. ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ അന്നില്ല. നിന്ന് കത്തിക്കാൻ കഴിയൂല. ഇരുന്ന് കത്തിക്കുന്ന തൊടുവിൽ നിന്നൊക്കെ പൊറുക്കിക്കൊണ്ട് വന്ന് ചമ്മരും ഒക്കെ കൂട്ടിയിട്ട് കിട്ടുന്ന വിറകൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കത്തിച്ചുണ്ടാക്കുന്ന അടുപ്പിന്റെ ഉള്ളിൽ ഈ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷമാണ് ഈ ഉമ്മ ഇത് ചൊല്ലാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇന്ന് കാണുന്ന പോലെ 1 or 2 മക്കളല്ല, 10 ഉം 13 മക്കളുള്ള ഉമ്മമാരായിരുന്നു അവർ. വാപ്പമാർ ഇന്ന് കാണുന്ന പോലെ പഴയ കാലത്തെ കാരണന്മാർ വലിയ ഹെൽപ്പൊന്നും ചെയ്യലില്ല. ഓരോ പണിയൊക്കെയാണ് പോകാനാ. ഇന്ന് പുതിയണ്ണിന്റെ കൂടെ തന്നെയാണ് ആര് പുതിയാപ്പളം ഉള്ളത്. അടുക്കളയിൽ നിന്ന് നീച്ച് പോരാൻ നേരമില്ല. സ്നേഹിക്കണം, സ്നേഹം കൂടുതലായി എല്ലാ പണിയും ആണുങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പോലും ഒന്ന് തിരിച്ചാല് കത്തുന്ന ഗ്യാസിന്റെ അടുപ്പാണ്. അരക്കാൻ അമ്മി എന്ന് പറഞ്ഞ സാധനം കുടിക്കലിന് പോലും ഇപ്പൊ വാങ്ങണില്ല. എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ടായിട്ട് ഇത് ഓതാനോ ഇങ്ങനെ ഒരു ചിട്ടവട്ടം കൊണ്ടുവരാനോ നമ്മുടെ ഉമ്മമാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ തലതിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ വർഷങ്ങളായി മഹാനായ കാളമ്പാടി ഉസ്താദിനെ പോലുള്ള സ്വാത്വികരായ പണ്ഡിതന്മാർ ഈ ഒരു പോക്ക് നമ്മുടെ മക്കള് പോയാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നുണ്ട് എന്ന തോന്നൽ അന്നത്തെ ആലിമീങ്ങൾക്ക് ഉണ്ടായപ്പോ പാണക്കാട്ടെ തങ്ങന്മാരുടെ അടുക്കലേക്ക് പോയി നിരന്തരം ആവശ്യപ്പെട്ടതിനനുസരിച്ച് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടത്തോടത്ത് പോയി പറഞ്ഞിരുന്നു. അതിനുശേഷം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരോടും ഇത് പോയി നിരന്തരം ആവശ്യപ്പെട്ടതിനനുസരിച്ച് തങ്ങൾ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പാണക്കാട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളും പറഞ്ഞത്. ഇവിടെ കൽബ് നന്നാകാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോ പാണക്കാട് തങ്ങൾ പറഞ്ഞത് കൊടുക്കാൻ എളുപ്പമാണ്, കൊണ്ടടക്കാൻ പ്രയാസമാണ്. തുടങ്ങരുതേ തുടങ്ങാ പിന്നെന്താ മുടങ്ങരുതേ. അങ്ങനെ ആ ഒരു പേടി ഇതാണ്ട് കൊടുത്തിട്ട് തുടങ്ങി ചെയ്തത് കൊണ്ടുപോയില്ലെങ്കിൽ വലിയൊരു അപകടമാണല്ലോ എന്ന് പേടിച്ച് തുടങ്ങാതിരിക്കുകയായിരുന്നു. അവർക്ക് പാരമ്പര്യമായി കിട്ടിയിരുന്ന ഇജാസത്തോടു കൂടെയുള്ള ബദരിയ മങ്കൂസിയ, അതാണ് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തന്നത്. അത് എല്ലാ ആളുകൾക്കും ഇജാസത്തോടു കൂടെ തന്നപ്പോ അതിന്റെ പവർ കൂടി. നമുക്കറിയാം, നമ്മൾ ഏടുകളും കിതാബുകളിലെ കുത്തുബിയത്താകട്ടെ മങ്കൂസ് മൗലിദാകട്ടെ ഇതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷെ ഇജാസത്തോടു കൂടെ ചെല്ലുമ്പോ അതിന് വേറൊരു പവറാണ്. സൂറത്തുകൾ നമ്മൾ ഓതാറുണ്ട്, ഒരു ഖത്തമ നമ്മൾ തീർക്കാറുണ്ട്. ഒരു ആരിഫായ മനുഷ്യൻ ഇത്ര ഫാത്തിഹ ഓതിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്ന ഖുർആൻ തന്നെയാണ്, പഴയ കാലത്ത് ഇറങ്ങിയതാണ്, ഇപ്പൊ ഉള്ളതല്ല. പക്ഷെ ആ ആരിഫായ മനുഷ്യൻ ഇത് പറയുമ്പോ അതിനൊരു പവർ വേറെ തന്നെയാണ്. ആ രീതിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബദരിയ മങ്കൂസിയ അൽഹംദുലില്ലാഹ് അവിടുത്തെ ഇജാസത്തോട് കൂടെ കണ്ട് കിട്ടിയപ്പോ ലോകത്തിന്റെ നാനാപാടുകളിലും പടർന്ന് പന്തലിച്ച സദസ്സുകളായി ഒരുപാട് അത്ഭുതങ്ങൾ ആ സദസ്സിൽ കാണാൻ തുടങ്ങി. ഇത് മുടങ്ങാതെ കൊണ്ട് നടക്കാൻ നമ്മുടെ മക്കളുടെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടാകാൻ, അവരുടെ ഈമാൻ ഭയപ്പിക്കുന്ന ശൈത്താനിനെ ബദരീങ്ങളുടെ ഒരു കാവലുണ്ടായിട്ട് ആട്ടി ഓടിക്കാൻ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും സമ്മാനമായി നമ്മളുടെ കരങ്ങളിലേക്ക് ഈ മജ്ലിസുൻ നൂറിനെ ഏൽപ്പിച്ചിട്ടുള്ളത്.
നമ്മൾക്ക് കിട്ടിയെങ്കിൽ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റി അത് കൊണ്ടു നടക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശാരീരിക, മാനസിക, സാമ്പത്തിക രീതിയിൽ ഇതിനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സാധുക്കളായ നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ആമീനൊരു ഉറപ്പില്ലാത്തത്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുണ്ടാവൂലേ? ഇവിടെ ഉണ്ടാവൂലേ? എല്ലാ മജ്‌ലിസിനോടും ഉണ്ടാവോ? നിങ്ങളോടെ ചോദിക്കണം, ഉണ്ടാവോ? ഒരു മതിലിന്റെ ഇട ഉണ്ട് ഇതിന്റെ അടിയിൽ, എന്തോ ഒരു അകൽച്ച കാണുന്നുണ്ട് ഇതിന്റെ അടിയിൽ. സദസ് രണ്ടെണ്ണാകുമ്പോളേ ഒരു റോഡിന്റെ ഇട ഉണ്ടല്ലേ ഇതിന്റെ അടിയിൽ, ഒരു ഇട കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാവൂലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സുകൊണ്ട് നിയ്യത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് എനിക്ക് ജീവിതം ഉണ്ടാകുമ്പോ വേറെ വലിയ തടസ്സമൊന്നും ഇല്ലെങ്കിൽ, പലയിടത്തേക്കും പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു തടസ്സമില്ല, വേറെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഉള്ളതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് റാഹത്തോടുകൂടെ ഈ സദസ്സിൽ എല്ലാ മാസവും പങ്കെടുക്കുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പുവെക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതോടുകൂടെ നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും മാറും. പഴയ കാലത്ത് രോഗമില്ലാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾ ചിന്തിക്കുകയും, പടച്ച തമ്പുരാൻ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാ? وما خلقت الجن والإنس إلا ليعبدون. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണ്. വളരെ കുറഞ്ഞ സമയമാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുക. എനിക്കും ഉപകാരപ്പെടണം, നിങ്ങൾക്കും ഉപകാരപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന വാക്കുകൾ എന്നോടാണ്, എന്റെ കൽബിനോടാണ്. അത് ആദ്യം എന്നിലുണ്ടാകണം, നിങ്ങളിൽക്കും അത് ഉപകാരം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. തുടക്കം നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ മനുഷ്യരെ അള്ളാഹു പറഞ്ഞയക്കുമ്പോ ഭൂലോകം മൊത്തവും അള്ളാഹു പടച്ചു വെച്ചു. എല്ലാം പടച്ചു. മത്സ്യങ്ങളെ വരെ പടച്ചു. മനുഷ്യരെ അള്ളാഹു പടച്ചിട്ടില്ല. ആ സമയത്താണ് മലക്കുകളോട് അഭിപ്രായം ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ എന്റെ ഖലീഫമാരായിട്ട്, എന്റെ പ്രതിനിധികളായിട്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, കുറച്ച് ആളുകളെ ഭൂമിയിലേക്ക് ഞാനത് പറഞ്ഞയച്ചാലോ എന്ന് മലക്കുകളോട് ചോദിക്കാം. അതൊരൊറ്റ മനുഷ്യരില്ല. ആ സമയത്ത് മലക്കുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പടച്ചോനെ, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ. അല്ലാഹു എന്തിനാണ് ആ മനുഷ്യന്മാർ അങ്ങോട്ട് പറഞ്ഞയക്കണത്? നിനക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളില്ലേ? റുക്കൂ ചെയ്യാൻ ഞങ്ങളില്ലേ? നിനക്ക് ആരാധന ചെയ്യാൻ റുക്കൂ ചെയ്യുന്ന മലായിക്കത്തുകളുണ്ട് ലക്ഷക്കണക്കിന്. സുജൂദിലായി കിടക്കുന്നവരുണ്ട്. 24 മണിക്കൂർ സുജൂദാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയമില്ല, ഭക്ഷണമില്ല, മലമൂത്ര വിസർജനമില്ല, എല്ലാ സമയവും സുജൂദിലാണ്. സുബ്ഹാനല്ലാഹ്. റുക്കൂയിൽ നിൽക്കുന്നവരുണ്ട്, ഇഅ്തിദാലിൽ നിൽക്കുന്നവരുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നവരുണ്ട്, തക്ബീർ ചൊല്ലുന്നവരുണ്ട്, ദിക്റിലായി ഒരുപാട് വർഷങ്ങളായി ഒരേ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് ലക്ഷക്കണക്കായ മലായിക്കത്തുകൾ റബ്ബിനുണ്ട്. തസ്ബീഹ് ചൊല്ലാൻ ഞങ്ങളില്ലേ? തഹ്മീദ് ചൊല്ലാൻ ഞങ്ങളില്ലേ? സുജൂദ് ചെയ്യാൻ ഞങ്ങളില്ലേ? ഇബാദത്തിന് വേണ്ടി ഞങ്ങളില്ലേ? എന്തിനാ പിന്നെ അങ്ങനെ ഒരു കൂട്ടത്തെ പറഞ്ഞയക്കുന്നത്? അവരവിടേക്ക് പോയി പരസ്പരം ശത്രുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന, ചോര കൊണ്ട് കഥ എഴുതുന്ന മക്കളായി മാറൂലേ എന്ന് പടച്ച തമ്പുരാനോട് മനുഷ്യരെ കാണുന്നതിന്റെ മുമ്പ് മലായിക്കത്തുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകളോട് മലായിക്കത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തത്, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. അവർ വല്ലാത്ത അത്ഭുതമാണ്. പടച്ച തമ്പുരാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഖലീഫയായിട്ടാണ് മനുഷ്യരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ്. അപ്പൊ ഉസ്താദിനെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഉസ്താദിന് എന്തോ തിരക്കുണ്ട്. എന്നാ ഉദ്ഘാടനത്തിന് എന്ത് ചെയ്യും? വേറൊരാളെ പറഞ്ഞേ. അതാണ് പ്രതിനിധി എന്ന് പറഞ്ഞത്. നിക്കാഹ് ഏൽപ്പിച്ചു. പള്ളിക്കത്തെ ഉസ്താദിന് വല്ല തിരക്കുണ്ട്, അന്ന് വരാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഉസ്താദ് വേറൊരാളെ ഏൽപ്പിക്കും. ആ ആളെന്ത് ചെയ്യണം?
ഈ നിക്കാഹ് നിങ്ങളിന്റെ കൂടെ ചേട്ടോ. എന്താണ് ചെയ്യേണ്ടത്? പ്രതിനിധി പണി ചെയ്യണം. നിങ്ങൾ ഒരു കൂലിപ്പണിക്ക് വിളിച്ചു, പടവേരുന്ന പണി. അപ്പൊ നിങ്ങൾക്ക് എന്തോ തിരക്കുണ്ട്, നിങ്ങൾ നേരെ പള്ളിക്കാട്ട് ഉസ്താദെ ഇന്ന ഹൈദ്രോസാജിന്റെ പണിക്ക് വിളിച്ചാണ്, എനിക്കൊന്ന് പോകാൻ നേരം, നിങ്ങളൊന്നാട് പോണെന്ന് പറഞ്ഞാല് ഉസ്താദിനെ പണി അറിയില്ല, മൂപ്പര പ്രതിനിധിയായിട്ട് അതിന് പറഞ്ഞേക്കാൻ പറ്റൂല. നേരെ മറിച്ച് അവിടെ പോയിട്ട് ഒരു ക്ലാസ് എടുക്കാനോ ഒന്ന് ദ്വാരക്കാനോ അല്ലെങ്കിൽ ഒരു ജമാഅത്തിനോ ഖുതുബ ഓതാനോ ആണ് ഉസ്താദിനെ പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങളെ പ്രതിനിധിയാവും. എന്തിനാണോ പറഞ്ഞയക്കണത്, ഈ ആളെന്തിനാണോ അവൻ നിയമിച്ചിട്ടുള്ള ആ പണി എടുക്കുക. ഇവിടെ റബ്ബിന്റെ പ്രതിനിധിയായിട്ടാണ്, ചില്ലറല്ല, നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ വെറുതെ ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ എന്താവൂല, മനസ്സിലാകുണ്ടോ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നല്ല ചിന്ത തരട്ടെ. കാരണം ഒരു ബംഗാളിയെ പണിക്ക് വിളിച്ചാൽ ആ പണിക്ക് വേണ്ടി അവനെ കൊണ്ടുവന്നാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് നേരം വെളുക്കുമ്പോഴേക്ക് നമ്മൾ തിരയുകയാണ് ഏതെങ്കിലും ഒരാളെ പണിക്ക് കിട്ടുമോ, നാളെ നല്ല പണിയുള്ളതാണ്, വീടിന്റെ പണി നടക്കുകയാണ്, അതിന് പറ്റിയ ഒരു യോഗ്യനായ ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോ അയാള് ഇവിടുന്ന് വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഒരു പണി നടക്കണില്ല. അപ്പൊ ലക്ഷ്യം അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് പെണ്ണെട്ടാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല, പെരണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല, മുണുങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല. പിന്നെയോ ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ലക്ഷ്യം വേറെ. എന്താ? അള്ളാനെ അറിഞ്ഞ് വാർത്തെടുക്കുക, അള്ളാനെ അറിയണം, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തെടുക്കണം. പഴയ കാലത്ത് നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, വല്യപ്പമാര് സുബ്ഹാനല്ലാഹ് അള്ളാഹനെ പറ്റി കേട്ടാൽ ആലിമീങ്ങളെ വീട്ടിൽ കാണുമ്പോ സാദാത്യങ്ങൾ വരുന്നുണ്ടെന്നറിയുമ്പോ, ഒരു വലിയ തൊട്ടടുക്കൽ വന്നിട്ടുണ്ടെന്നറിയുമ്പോ, ഒരു ഔലിയ തൊട്ടടുക്കൽ വന്നിട്ടുണ്ടെന്നറിയുമ്പോ വെള്ളത്തിന്റെ ക്യാനും പിടിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ പോയിട്ട് ഉസ്താദേ ഇതിലൊന്നും മന്ത്രിച്ചു തരണേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു, ഉപ്പമാരുണ്ടായിരുന്നു. അവിടെ നിന്ന് മദ്രസയിൽ നിന്ന് അദബിൽ നിന്ന് പഠിപ്പിച്ച ഉസ്താദിനെ കണ്ട തലയിൽ തട്ടമിട്ടുകൊണ്ട് മാറി നിന്നിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. അദബോടുകൂടെ വീട്ടിലെ കാരണവന്മാര് കുത്തിയ തുണി അങ്ങോട്ട് താഴ്ത്തിയിട്ടുകൊണ്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെ കണ്ടാൽ അദബോടുകൂടെ മാറി നിന്ന കാരണവന്മാരുണ്ടായിരുന്നു. എന്റെ കാരണം അവരുടെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചൊരു പേടിണ്ടായിരുന്നു, അള്ളാഹ് എന്ന ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. കിതാബ് ഓതണ്ട, ഈ പേടി കിട്ടാൻ എന്ത് ചെയ്യണ്ട? പള്ളി ദർസിൽ പഠിക്കണ്ട. ആ ഒരു ഭക്തിയോടുകൂടെ കാരണവന്മാരുടെ ആലിമീങ്ങളുടെ വാക്കിൽ നിന്ന് കേട്ടു പഠിച്ച ഇൽമ കൊണ്ട് അവർക്കുണ്ടായിരുന്ന ഈമാന്റെ ഒരു പ്രഭ പഴയ കാലത്തൊക്കെയും നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കാണുന്ന കുറെ കാരണവന്മാർക്ക്, ഇപ്പോഴുള്ള കുറെ കാരണവന്മാർക്ക് കുറച്ചൊക്കെ ഒരു ലെവലുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ തലമുറയും കൂടിയാണ് പോയാൽ ഇനി വരാനുള്ളത് ഫ്രീക്കം കാരണന്മാരായിട്ട്. മനസ്സിലായിട്ടോ? പള്ളി കമ്മിറ്റിയിലൊക്കെ മുടിയൊക്കെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ആലോചിച്ച് ലെവലേശം അള്ളാനെ പേടില്ലാത്തവരാവും. ഈ ഒരു വരവ് വരാതിരിക്കാൻ ലക്ഷ്യം വേറെയാണ്. ويبقى وجه ربك ذو الجلال والإكرام. പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിലൂടെ പറഞ്ഞടാ, എല്ലാം നശിച്ചു പോകുന്ന ഒരു ദിവസം വരാറുണ്ട്. അന്നത്തെ ദിവസം അല്ലാഹു മാത്രം ബാക്കിയാകുന്നതാണ്. എല്ലാം നശിച്ചു പോകുന്നതാണ്. അങ്ങനത്തെ ഒരു ദിവസത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ ദിവസം എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടൂല. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ന് നമുക്കറിയാം, ഇപ്പൊ സ്വാഗതത്തിൽ പറഞ്ഞു വളരെയധികം പ്രയാസമുണ്ട്. ഞാനും പറഞ്ഞു വളരെയധികം പ്രയാസങ്ങളുണ്ട് നമ്മളുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ.
കുറെ ആളുകൾ ഈ ഇരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കി, ഒന്നിരിക്കൽ അസുഖം കൊണ്ട് സാമ്പത്തിക രീതിയിൽ മാനസിക രീതിയിൽ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ ഉമ്മമാരും ഈ ഉപ്പമാരും കൂട്ടുകാരികളും. എനിക്കൊരു കുഴപ്പമില്ലാന്ന് എണീറ്റെന്ന് പറയാൻ പറ്റുന്നവരുണ്ടാ? ഉണ്ടാവൂല. മനസ്സിലാകുന്നുണ്ടോ? 9 വയസ്സുള്ള കുട്ടിയുടെ ബ്ലഡിനാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. 2 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറിനാണ് ട്യൂമർ വന്നിരിക്കുന്നത്. 21 വയസ്സുകാരനാണ് ക്യാൻസർ വന്നുകൊണ്ട് പനി വന്നപ്പോ ചെക്ക് ചെയ്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ക്യാൻസറാണ്. രോഗമില്ലാത്ത ചെറുപ്പക്കാരൻ, നല്ല പന്തളിക്കണ, നല്ല ആരോഗ്യമുണ്ടാക്കാൻ. ഒരു പനി വന്നപ്പോ ചെക്ക് ചെയ്തതാണ്. ഇപ്പോ 2 ആഴ്ച ആയിട്ടുള്ളൂ. പനി വന്നപ്പോ ചെക്ക് ചെയ്തു, അപ്പൊ നോക്കുമ്പോ ക്യാൻസറാ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? കൊളസ്ട്രോൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഏതൊരാളോട് ചോദിച്ചാലും കാൽമുട്ട് വേദനയാണ്, കൈകാലുകൾ കടച്ചിലാണ്, തരിപ്പാണ്, ഇരിക്കാൻ കഴിയണില്ല, നിൽക്കാൻ കഴിയണില്ല, പ്രയാസങ്ങളാണ്. എല്ലാ ആളുകളുടെയും ശരീരത്തിന് രോഗങ്ങളാണ്, മനസ്സിനോ അതിനേക്കാൾ പ്രയാസങ്ങളാണ്. എത്ര വലിയ സമ്പത്ത് ഉണ്ടായാലും മനസ്സിനൊരു സമാധാനം കിട്ടണില്ല. ഇത് ദുനിയാവാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, യഅതി അലന്നാസി സമാനുൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഈ സമുദായത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ അസ്വാബിറു ഫീഹി അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംർ. കയ്യിന്റെ ഉള്ളനടിയില് തീക്കട്ട പിടിച്ചാൽ എങ്ങനെയാണോ ആ നിൽപ്പായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ ദീനനുസരിച്ച് ജീവിക്കാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലം വരും. ദീൻ പറയാൻ പറ്റൂല, ദീൻ വിളിച്ചു പറയാൻ പറ്റൂല, പ്രശ്നമാവും. ദീനനുസരിച്ച് നടത്താൻ മോശക്കാരനാവും. ശ്രദ്ധിക്കണ്ടോ? ഒരു ദീനനുസരിച്ചുകൊണ്ട് എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പുറത്താകുക എന്നല്ലാതെ ദീൻ അവിടെ ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ അങ്ങനെ വയന്ന് പറയപ്പോ ഇസാവാൻ കൊടുത്ത അങ്ങോട്ട് പറയും, വാ കൊടുക്കുന്നു, എന്നോട് പറയും ഇഷാബാങ്ക് കൊടുക്കും. വാങ്ങ് നമ്മൾ പരിപാടി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇഷാബാങ്ക് കൊടുക്കണ കേട്ട എന്ത് പറയും? നിങ്ങളുടെ കൂടെ വാങ്ങ് കൊടുക്കണെന്ന് പറയില്ലേ? ഇതേ മനുഷ്യന്മാർ അപ്പുറം കല്യാണപ്പേരിയിലാണ്, ഭയങ്കര വച്ചയാണ്. ഈ ഹംക്ക് അപ്പോഴും വാങ്ങ് കേൾക്കുന്നുണ്ട്. എന്നാ ഓൻ പറയോ, എടാ കുട്ടികളെ ഒന്നും ഉണ്ടാതൊക്കെയാടാ വാങ്ങാടാ കൊടുക്കണം പറയോ? നിങ്ങൾ പറയും, നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. പറയില്ല. ഇവിടെ ഭയങ്കര ഈമാനാണ്. ഇവിടെ ഒരു മറ കെട്ടിക്കണം. എന്തിനാണ്? പെണ്ണുങ്ങൾക്ക്. ഇതേ പെണ്ണുങ്ങൾ തന്നെയാണ് വിറ്റേ ഞായറാഴ്ച തിങ്കളാഴ്ച കല്യാണത്തിന് പടച്ചോന്റെ പുതിയാപ്പന്റെ ഒപ്പം കൂടി ആരാണ് ഈ കാരം? ഇവിടെ അങ്ങനെ ഒരു മറ വെച്ച് എന്തായാലും കാര്യം ചിന്തിക്കും. നമ്മൾ എവിടെയാ? നമ്മക്ക് എന്ത് പറ്റി? ഇത് പറയാൻ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ എന്റെ മകളുടെ കല്യാണമാണ്, എന്റെ മകന്റെ കല്യാണമാണ്, എന്റെ മകനും എന്റെ മരുമകളും കൂടി ജീവിതം തുടങ്ങുമ്പോ അതിലേക്ക് ഹറാം കടന്നു വരാ പാടില്ല. എന്റെ പേരമക്കള് ഹറാമിലൂടെ ജനിച്ചവരാകാൻ പാടില്ല. തുടക്കത്തിലും ബറക്കത്ത് വേണം, അതിന്റെ മധ്യത്തിലും ബറക്കത്ത് വേണം, അതിന്റെ അവസാനത്തിലും ബറക്കത്ത് നിലനിൽക്കണം. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടമില്ലാത്തതല്ല ഞാൻ ഒഴിവാക്കുകയാണ്. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടമുള്ളതല്ല ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറയാൻ ഈമാനുള്ള ഒരൊറ്റ വാപ്പ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ കല്യാണം നടക്കുമോ? ഇതേ നാട്ടിൽ ഇത്ര സാമ്പത്തിക സുഖങ്ങളില്ലാത്തപ്പോ, ഇത്ര സൗകര്യങ്ങൾ അല്ലാഹു തരാത്തപ്പോ, മണ്ണെണ്ണ വിളക്കിന്റെ ആ ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്ത് ജീവിച്ചപ്പോ സുബ്ഹാനല്ലാഹ് കല്യാണത്തിന് പെണ്ണുങ്ങളായിക്കൂടി കേട്ടോ, പെണ്ണുങ്ങളായിക്കൂടി എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ പറയും, ഞാൻ പറയണത് വലിയ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയുന്നെങ്കിൽ അങ്ങനെ പറയും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാ, സ്വഹാബാ, എന്റെ ഉമ്മ
ഉമ്മത്ത് ബിംബത്തെ ആരാധിച്ചുകൊണ്ട് നട്ടത്തിലാകുമെന്ന പേടി എനിക്കില്ല. ബിംബാരാധകരായി മാറുമെന്ന പേടി എനിക്കില്ല. പിന്നെയോ എനിക്കുള്ള പേടി എന്തെന്നറിയോ സ്വഹാബത്തെ? പടച്ച തമ്പുരാൻ ദുനിയാവിന്റെ പ്രഭ, അതിന്റെ സൗന്ദര്യം അല്ലാഹു അവരുടെ മുന്നിലേക്ക് തുറന്നു കൊടുക്കുമോ എന്ന പേടിയാണ്. ദുനിയാവിന്റെ സൗന്ദര്യം അവരുടെ മുന്നിലേക്ക് തുറന്നു കൊടുത്താൽ ബിംബാരാധകരായി പോകുന്നതിനേക്കാൾ മോശമായിട്ട് എന്റെ സമുദായം മാറുമെന്ന് ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഇത് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് ചണ്ടി ചരക്കുകളാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാവല് തരട്ടെ. ഇത് ഞാൻ പെടുന്ന് പറയും, നിങ്ങൾ പള്ളിക്കത്ത് ഉസ്താദിന് ഇത് പറയാൻ പറ്റൂല, കാരണം നിങ്ങൾ വ്യത്യാസം കൂടെ ഒഴിവാക്കും. മനസ്സിലായില്ല? ഇത് ഞാൻ അനുഭവം കൊണ്ട് പറഞ്ഞ. മുടി കറുപ്പിച്ചതിന് പ്രസംഗിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. കല്യാണ ദൂരത്തിന് പ്രസംഗിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് പള്ളിക്കെന്ന് പറയാൻ പറ്റൂല. നമ്മൾ പോലെ പറഞ്ഞൂടെ ചോദിച്ചു, പറഞ്ഞ ഈ സാധു പെരി പോയിരിക്കേണ്ടി വരും, പണി ഉണ്ടാവില്ല, അപ്പൊ മുണ്ടൂല. മനസ്സിലാകുണ്ടാവും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പിന്നെ പറയലെവിടുന്ന ഇതുപോലുള്ള വേദി നിങ്ങൾ എന്നെ വിളിച്ചാലും വേണ്ടില്ല, വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, പറയേണ്ടത് പറയാം, ധൈര്യമായിട്ട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബാണ് പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലാഹുവിനെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാം? ഹൈന്ദവ സുഹൃത്തുക്കൾക്കൊരു ദൈവമുണ്ട്, അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, അവരുടെ മനസ്സിലൊരു ആഗ്രഹങ്ങളുണ്ട്, അതിന്റെ ഒരു അനുഭവങ്ങളുണ്ട്. ക്രിസ്തു മതത്തിന് അവർക്കൊരു അനുഭവങ്ങളുണ്ട്. എന്റെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരാൻ 1,24,000 ആളുകളാണ് പടച്ചതമ്പുരാൻ പറഞ്ഞയച്ചത്. 1,24,000 ആളുകൾ പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1,24,000 ആളെ അല്ലാഹു പറഞ്ഞയച്ചത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കൽപറിഞ്ഞുകൊണ്ട് പറയണം, അത് കൽപറിഞ്ഞുകൊണ്ട് പറയണം. മനസ്സിന്റെ ഉള്ളിലേറ്റിയിട്ട് പറയാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹുവല്ലാതെ വരില്ലാഹില്ല എന്ന് പറയണമെങ്കിൽ എന്റെ ജീവിതത്തിൽ എല്ലാം അല്ലാഹുവാണ്. അതല്ലേ നമ്മൾ 5 നേരവും നിർബന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങുന്നത്? സുബ്ഹാനല്ലാഹ്, കൈ കഴുകുകയാണ്, വായിൽ വെള്ളം കുപ്പിളിക്കുകയാണ്, മുഖമൊന്ന് കഴുകുകയാണ്. അതേ കയ്യും കാലും നല്ല വൃത്തിയായി കഴുകുന്നു, തലയും ചെവിയടക്കം തടവിയിട്ട് സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാ, പടച്ചോനെ നീ തന്നെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുങ്ങാണ് എന്തിനു വേണ്ടി? നിസ്കരിക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുക, ഈ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നമ്മൾ പള്ളിയിലാകട്ടെ വീട്ടിലാകട്ടെ ഒരുങ്ങി വരുമ്പോ എന്റെ ഉപ്പമാര് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. മജ്‌ലിസുൻ നൂർ എന്തിനാണ് ഞാൻ പറയുന്നത്? അതിന്റെ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിന് വേണ്ടി എന്റെ ഉമ്മമാരൊരുങ്ങുമ്പോ, എന്റെ ഉപ്പമാരൊരുങ്ങുമ്പോ നമ്മൾ പറയുന്ന വാക്കേതാ? അത് ളുഹുറായാലും അസറായാലും മഗ്‌രിബായാലും പടച്ച റബ്ബേ, ഇല്ല നിന്റെ നിസ്കാരം നിന്റെ മുന്നിൽ ഇതാ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. അള്ളയാണ് ഏറ്റവും വലിയവൻ, ഇനി അതിനേക്കാൾ വലുതൊന്നും വരാനില്ല. അള്ളയാണ്. അള്ളാന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത്. അക്ബർ അള്ളയാണ്. ഞാൻ അതിന്റെ അപ്പുറം വേറെ ഒന്നും കണ്ടു വരാനില്ല. എന്നിട്ട് നമ്മളൊരു വാക്ക് പറയും, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ ഹനീഫൻ മുസ്ലിമൻ വമാ എന്താ പറയല്ലോ പറഞ്ഞോളി ധൈര്യമായിട്ട് നമ്മൾ ഇന്നും പറയണതാണ്. മുശ്രിക്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് തമാശല്ല. വമാ അന മിനൽ മുശ്രികീൻ.
അള്ളാന്റെ മുന്നിലാണ്, എന്റെ മുഖം മണ്ണിലാണ്, ഞാൻ എന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പടച്ചോനെ, ഞാൻ മുശ്രിക്കല്ലട്ടോ. മുശ്രിക്കല്ല എന്ന് പറഞ്ഞാൽ ഇത് ആരാധനയാണ്. ഇതിൽ നിന്നല്ലാതെ വേറൊന്നും എന്റെ കൽബിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. ആരാധനയിൽ വേറൊരാൾക്കും പങ്കില്ല. ശ്രദ്ധിക്കുക, ഇത് വരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്. വരണമെങ്കിലോ മറ്റുള്ള ചിന്തകൾ ഒഴിവാകണം. അത് ഒഴിവാകണമെങ്കിലോ ഇബ്ലീസിന്റെ പണി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ കയ്യങ്ങ് കിട്ടുമ്പോഴേക്ക് റബ്ബിനോട് പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അനക്കാണ് അല്ലാഹ്. ഞാൻ യഥാർത്ഥ മുസ്ലിമാണ് റബ്ബ്, നിന്നെ അനുസരിക്കുന്നവനാണ്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നെ അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണ്. എന്റെ ജീവിതം നിനക്കാ, എന്റെ മരണം നിനക്കാ, എന്റെ എല്ലാം നിനക്കാണ് പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തക്ബീർ കെട്ടിയ മനുഷ്യൻ പറയുന്നതാണ്, പടച്ചോനെ, എന്റെ കൽബിന്റെ ഉള്ളിൽ നീ അല്ലാതെ ഒന്നുമില്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനാണ് പറയുന്നത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നീ റഹ്മാനാണ്, റഹീമാണ്, കാരുണ്യവാനാണ്, കരുണക്കടല. സുബ്ഹാനല്ലാഹ്, നിനക്കാണ് ആ ദിവസത്തെ അധികാരങ്ങൾ മൊത്തവും. പ്രതിഫല ദിവസത്തിന് അധികാരം നിനക്കാണ് റബ്ബേ. നീ വല്ലാത്ത ഒരു സംഭവമാണ് പടച്ചോനെ. അന്നെയാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്. അന്നോട് മാത്രമേ എനിക്ക് സഹായം തേടാറുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ്, എന്റെ ജീവിതം നിനക്കാന്ന് പറഞ്ഞ്, എന്റെ മരണം നിനക്കാന്ന് പറഞ്ഞ്, എന്റെ കൽബിന്റെ ഉള്ളിൽ നീയാന്ന് പറഞ്ഞ്, നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോ നിന്നെ പറ്റി പറയുകയാ, അൽഹംദുലില്ലാഹ് റബ്ബേ, നിനക്കാണ് സർവസ്തുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെങ്ങനെ പുകഴ്ത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമേതാ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ച റബ്ബേ, ആ മുസ്തഖീമായ പാത, അതിലേക്ക് നീ എന്നെ ചേർക്കണേ അല്ലാഹ്. ഇത് ചേർക്കണേ അല്ലാഹ് പറഞ്ഞ് നിസ്കരിക്കുക. എന്നിട്ട് ഇവിടെ പറയാ, നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയും പറഞ്ഞാ മനസ്സിലായില്ല, അനക്കാൻ വെച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് വരാ. അല്ലാഹു കാക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? എന്ത് നിൽക്കാറായിരിക്കും എന്റെ അവിടെ പോയാ കുറ്റം കുഴിക്കൂറും നോക്കുക. മൂല്യരെ എങ്ങനെ കാലെത്തിക്കണം, ഇപ്പൊ ഇങ്ങനെ കാലക്കണം തന്നെ. മൂല്യരെ കാര്യം ശരിയല്ലല്ലോ, മൂല്യരെ പാർട്ടിയെ ശരിയല്ലല്ലോ. ഇവരോ നിസ്കരിച്ചാൻ പറഞ്ഞ എന്റെ മനസ്സിൽ ഇജ്ജല്ലാതെ മാറുന്നില്ല. ഇവന്റെ മനസ്സിൽ ഇജ്ജല്ലാത്ത ബാക്കിയെല്ലാം ഉണ്ട്. അത് പറയും അല്ലല്ല, അള്ളണ്ടാകണം. കൽബിന്റെ ഉള്ളിലേക്ക് അള്ളാഹു വരണം. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അള്ളാഹു വരണം കൽബിന്റെ ഉള്ളിലേക്ക്. അള്ളാഹനെ കൊണ്ടുവരാൻ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞാൻ റബ്ബിന്റെ മുന്നിലാ നിൽക്കുന്നത്. ഈ മുസ്തഖീമായ പാത എനിക്ക് വേണം. ഏത് മുസ്തഖീമായ പാതയാ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. നീ നിഅമത്ത് ചെയ്തവരുടെ വഴിയാ. അത് ബദരീങ്ങളുടെ വഴിയാ, മമ്പുറത്തെ പാപ്പാന്റെ വഴിയാ, പുത്തമ്പള്ളി മൂപ്പര വഴിയാണ്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വഴിയാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്ന വഴിയാ. അവിടുത്തെ സ്വഹാബത്ത് പിന്തുടർന്ന വഴിയാ, താബീങ്ങൾ പിന്തുടർന്ന വഴിയാ, താബീങ്ങൾ പിന്തുടർന്ന വഴിയാ. അത് തന്നെയാണ് മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കാണിച്ചു തന്ന വഴി. അത് തന്നെയാണ് കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്ന വഴി. ആ വഴിയിൽ എന്നെ ചെറുക്കണേ അല്ലാഹ്. വൈരിൽ മഗ്ലൂബി അലൈഹിം, ദേഷ്യമുള്ളവരുടെ വഴിയല്ല. അങ്ങനെ ഒരു വഴി വേറെ പോകുന്നുണ്ട്. പിഴച്ചവരുടെ വഴിയുമല്ല, അങ്ങനെയും ഒരു വഴി വേറെ പോകുന്നുണ്ട്. അതിലൊന്നും ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. യഥാർത്ഥമായ സുന്ദരമായ നീ അനുഗ്രഹം ചെയ്തു കൊടുത്തവരുടെ വഴി, അതിലേക്ക് എനിക്ക് പ്രവേശനം തരണമല്ലോ. ഇതാണ് മുഅ്മിനേ. 5 നേരം നിസ്കാരത്തിന് ഓരോ റക്അത്തിലും
ഫറളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫറളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് ഹബീബ് ജീവിച്ച പോലെ ജീവിക്കാൻ, ഹബീബ് വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ, സ്വഹാബത്ത് കണ്ട പോലെ കാണാൻ, സുബ്ഹാനല്ലാഹ് ആരിഫീങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ വഴി കിട്ടണം എന്ന് പറഞ്ഞ് ഈ ഒരു ചിന്തയിലാണ് 5 നേരത്തെ നിസ്കാരെങ്കിൽ നമ്മളെ പോലെ നല്ലൊരു വേറാനുള്ളത്. മനസ്സിലാകുണ്ടോ? നിസ്കാരാണോ അല്ലാന്റെ ഹബീബിന് ആദ്യം കൊടുത്തിട്ടുള്ളത്? അല്ല. മനസ്സിലാകും? ശ്രദ്ധിച്ചോ? നമ്മൾ പറയും 5 ഒക്ടും പള്ളിയിൽ കയറുന്ന ആളാണ് ഭയങ്കര മുഖ്ലിസ്. ഒരു മുഖ്ലിസും അല്ല. ഈ രീതിയിൽ നിസ്കാരം റെഡി അല്ലെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഖൽബിന്റെ ഉള്ളിൽ ഇത് വരൂല. നല്ല മുഖ്ലിസാ. അപ്പൊ നമ്മളെ പറ്റി തടികെട്ടും ജുബ്യൊക്കെ ഇട്ട് നമ്മളൊന്ന് വേദനാക്കിയാൽ നമ്മളെ തൊള്ളിന്ന് വരല് മാറിയണേക്കാം. മുഖ്ലിസാണേ വരൂല. അതാ മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ കുറ്റം പറയുമ്പോഴേക്ക് നമ്മളെ തൊള്ളിന്ന് വേറൊന്ന് വരിക. അപ്പൊ നമ്മളെന്തല്ല, നമ്മളെ ഹൃദയത്തിലുള്ളതേ വരുള്ളൂ. പണ്ട് ഏതൊരു നമ്പൂരിനെ ഒരാൾ പെരും ചീത്തല്ലോ. നമ്പൂരി നായന്മാരുണ്ടല്ലോ, ഒരു പച്ചക്കറി തിന്ന് ഇങ്ങനെ ജീവിക്കണം. ഓനെ കുറേ ചീത്ത ഈ 7 കേണ്ട സാധനത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയാത്ത ഒരാള്. അപ്പൊ മൂപ്പര് തിരിച്ച് ചീത്ത അറിയുമ്പോ മൂപ്പര് കുമ്പളങ്ങ എടാ പയറേ. ആൾക്കാർ ചോദിച്ചത് എന്താ അയാളല്ല അത്ര മാത്രം തെറി വന്നിട്ട് ഇങ്ങനെ പച്ചക്കറിന്റെ പേര് പറഞ്ഞ് കളിച്ചെന്ന് ചോദിച്ചത്. അല്ല, മൂപ്പര് തിന്നുന്നത് മൂപ്പര് പറഞ്ഞു, ഞാൻ തിന്നണത് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ല? മൂപ്പര് തിന്നുന്നത് മൂപ്പര് പറഞ്ഞു, ഞാൻ തിന്നുന്നത്. ഇതേ ഒരു അവസ്ഥ ഖൽബിന്റെ ഉള്ളിൽ എന്തിനോടാണോ ബന്ധം, ആ ബന്ധമായിരിക്കും വരിക. അത് എപ്പോഴാ വരുന്നത്? അവസാന നിമിഷം അസ്റായീല് മുന്നിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. ഒരാള് പോലും രക്ഷപ്പെടുത്താനില്ലാതെ, ഒരാള് പോലും അരികിലേക്ക് കടന്നു വരാതെ മുന്നിലേക്ക് വരുന്ന അസ്റായീലിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന നിമിഷം സുബ്ഹാനല്ലാഹ് വാതിൽ കടന്നുകൊണ്ട് അസ്റായീൽ ഇങ്ങനെ വരുമ്പോ സുബ്ഹാനല്ലാഹ് രൂപം കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം കണ്ടുകൊണ്ട് ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരാൻ കഴിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൽബിലുണ്ടെങ്കിലേ വരുള്ളൂ. ഖൽബിലുണ്ടെങ്കിലേ വരുള്ളൂ. അല്ലെങ്കിലോ ആകെ വേദനായി വരൂല. ആ സമയത്ത് പ്രയത്നിക്കാൻ ആരും കൂട്ടിടും അവർക്ക് പാടിക്കോളി. ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരല്ലവൻ ആട്ടുവതിരിങ്ങളാ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്. തരട്ടെ. ഇത് വല്ലാത്ത അത്ഭുതമാണ്. ആ സമയം അസ്റായീൽ മുന്നിലേക്ക് വരലും ബേജാറാകലും വല്ലാത്ത ദാഹു. ഈ സമയത്താണ് ഈ ഹംക്ക് വരിക. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇതേ കഴിവ്, എല്ലാറ്റിനും സൗകര്യം, ആയുസ്സും നീട്ടിക്കൊടുത്തു, എന്തിനും കഴിവ് അള്ളാഹു കൊടുത്തുകൊണ്ട് വിട്ടു ഒരാള് നമ്മളെ പേപ്പിക്കാനായിട്ട് പിന്നാലെ. അതിന്റെ കോലാണ് ഈ കാണുന്നതൊക്കെയും. ഇത് അവസാന ഘട്ടത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലോടുകൂടെ ലോകത്തിന്റെ അവസാനമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് ലോകത്തിന്റെ അവസാനമാണ്. ശ്രദ്ധിക്കണേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതല്ല. ശ്രദ്ധിക്കണേ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതല്ല. حتى تتناكر القلوب وتختلف الأقاويل ويختلف الإخوان من الأبي والأم في الدين. ഇതുണ്ടോന്ന് നോക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ,
ഹൃദയങ്ങളിൽ പരസ്പരം അങ്ങോട്ട് വെറുപ്പും പകയും വരും. വെറുപ്പും പകയും വരും. ഖിയാമത്ത് നാളിന്റെ തൊട്ടടുക്കലുള്ള കാലഘട്ടത്തിലെ അവസ്ഥയാണ് പറഞ്ഞത്. വെറുപ്പും പകയും വരും. പിന്നെ സംസാരങ്ങൾ പരസ്പരം വിഭിന്നമാവും. ഓൻ പറഞ്ഞത് ഓൻ കറ്റില്ല, അപ്പം പറഞ്ഞത് ഓൻ കറ്റില്ല, ഓൻ പറഞ്ഞതല്ല പിന്നെ പറയാ, ഓൻ പറഞ്ഞ ആളെന്നെ പിന്നെയും മാറ്റി പറയും. അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, വിഭിന്നമാവും. ഇത് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഹദീസാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരേ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കള് ദീനിന്റെ വിഷയത്തിൽ എതിരാകുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതല്ല. ഒരേ ഉമ്മാന്റെയും വാപ്പാന്റെയും മക്കള് ദീനിന്റെ വിഷയത്തിൽ എതിരാകാതെ എന്ത് സംഭവിക്കൂല? ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഇത് ആരാ പറയണത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ആ ബക്കറ്റ് ഇല്ലേ നമുക്ക്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ ആസർ ഉസ്താദ് ആ ബക്കറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാനിപ്പോ എപ്പോഴാ പറയുന്നത്. ആളുകളാണെങ്കിൽ ഇത് പൈസ കജ്ജി പിടിച്ചിട്ട് ഇങ്ങനെ അടങ്ങറായി ചെയ്ത് എല്ലാവരും ഒന്ന് എടുത്താണ് കയ്യിൽ പൈസ. എല്ലാവരും എടുക്കും. നല്ലൊരു സംഭാവന കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഞാനിങ്ങനെ വന്നു നോക്കുമ്പോൾ 6 കൊല്ലം മുമ്പ് വരുമ്പോൾ ഈ സീറ്റില്ല. ഈ മദ്രസന്റെ ഇവിടെ നമ്മളെ ഉദ്ഘാടന പരിപാടി നടത്തിയപ്പോഴാണ് അന്ന് ആ സീറ്റില്ല, സ്റ്റേജില്ല. ഇതൊക്കെ അൽഹംദുലില്ലാഹ് മജ്ലിസുൻ നൂർ കൊണ്ടുണ്ടായി നമുക്ക് സന്തോഷമായി. മാഷാ അല്ലാഹ് അല്ലേ? മജ്ലിസുൻ നൂർ കൊണ്ടാണ് സീറ്റ് ഇട്ടത്. മജ്ലിസുൻ നൂറിന്റെ പൈസയാണ് സ്റ്റേജ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ പോരാത്ത പള്ളി കമ്മിറ്റി കുറച്ച് പൈസയും കൊടുത്തു പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നുകൂടി അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലിയിട്ട് റാഹത്തോടുകൂടെ ദുആ ചെയ്യുന്ന ഒരു മജ്ലിസ് അൽഹംദുലില്ലാഹ് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇത് ആഖിബത്ത് നന്നാകാൻ, മനസ്സിലേക്ക് അള്ളാഹനെ കൊണ്ടുവരാൻ, ബദരീങ്ങളെ കാവല് മരിക്കുമ്പോ കിട്ടാൻ ഇതൊരു കാരണമായി അള്ളാഹു മാറ്റി തരട്ടെ. അതുകൊണ്ട് എല്ലാവരും കയ്യിൽ പൈസ എടുക്കും. നല്ലൊരു സംഖ്യ എടുത്തോളി. കയ്യിലുള്ളത് അള്ളിന്ന് ഏറ്റവും ഇങ്ങനെ വെള്ളിയാഴ്ച നോക്കണ മാതിരി ഇങ്ങനെ അടിയിൽ നോക്കിയിട്ട് ആ കോയിൻസ് തരണ്ട. അങ്ങനെ ചില കാക്കാരുണ്ട് ഇങ്ങനെ തെരഞ്ഞു തന്നെ ആ കോയിൻസ് ഇങ്ങനെ തരണ്ട് കടകടയെ തന്നിട്ട്. അങ്ങനാണ് നല്ല നോട്ടന്നെ തരണ്ടോ. ഉമ്മാരെ പണ്ടത്തെ ഉമ്മാർക്കൊക്കെ കോന്തലുണ്ടായിരുന്നു. ഇപ്പൊ വലിയൊരു പോക്കറ്റാണ് പുറത്തേക്ക്, വലിയ പോക്കറ്റ്. അതിൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടക്ക. അങ്ങനത്തെ പോക്കറ്റ് ഇറങ്ങിയ വെറുതെ. അതുകൊണ്ട് നല്ല പൈസ ഉണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്തോടുകൂടെ ഇങ്ങനത്തെ കാര്യത്തിനാണ് കൊടുക്കാനുള്ള മനസ്സുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നെടുത്തോളി. അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ ഈ കൊടുക്കുന്ന സംഖ്യ വലിയ ക്യാൻസർ രോഗം തരാതിരിക്കാനാണ്. ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് എന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ പിന്തുവാരത്തിന് ക്യാൻസറാണ്, വല്ലാത്ത പേടിയാണ്, ഞാൻ വേറെ വല്ല രോഗവും ആകുമെന്ന് സമാധാനത്തിലായിരുന്നു. പക്ഷേ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് പ്രയാസപ്പെട്ടത്. ക്യാൻസർ ആണ്. കീമോ ചെയ്യണം ഉസ്താദേ, വല്ലാത്ത മാനക്കെടാണ്. ശരീരത്തിന്റെ വേറെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും സഹിക്കാമായിരുന്നു. ഇത് വല്ലാത്ത ഒരു ഇടങ്ങറ് തന്നെയാ. ദുആ ചെയ്യണേ ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കരം പിടിച്ചുകൊണ്ട് കരഞ്ഞ ചെറുപ്പക്കാരനെ ഇന്നും എന്റെ മനസ്സിന് ഓർമ്മയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നവരാ, ഒരുപാട് കുറ്റങ്ങൾ വന്നവരാ, ഒരുപാട് നുണ പറഞ്ഞവരാ, ഗീബത്ത് പറഞ്ഞവരാ, നമീമത്ത് പറഞ്ഞവരാണ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് കാട്ടിയാടി രോഗം തരല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, പ്രവർത്തന മോശം കൊണ്ട് ഞങ്ങളെ ശരീരത്തിലെ ക്യാൻസർ തരല്ലേ അല്ലാഹ്. ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആരുടെങ്കിലും ശരീരത്തിൽ അത്യാദി ക്യാൻസറിന്റെ രോഗാണ് ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹ് ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, അവരുടെ കറാമത്ത് കൊണ്ട് അത്യാദി രോഗാണുവിനെ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. ഞങ്ങൾ കൊടുക്കുന്ന സംഭാവന പടച്ച റബ്ബേ ചെറുതാണ്, അറിയാം. ഞങ്ങൾ ഇന്ന് കൊടുക്കുകയാണ് വലിയ രോഗങ്ങളെ തൊട്ട് കാക്കാനാണ്. അല്ലാഹ്, നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.
എല്ലാവരും ഇട്ട് കൊടുക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ കേൾക്കണം. അതാ നിങ്ങൾ ഇങ്ങനെ ആമീൻ പറയണം. നിങ്ങൾ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് അൽഹംദുലില്ലാ അത് കാര്യത്തിൽപ്പെടണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞൊരു കാര്യങ്ങൾ നോക്കിട്ടോ. രണ്ടാമത് പറഞ്ഞൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. മുത്തുനബി പറയാം, ഈ കാര്യം നമ്മളിൽ ഉണ്ടോന്നോ നമ്മൾ അധിക ചെറുപ്പക്കാരിൽ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ എണ്ണി പറയുന്നു. 3 കാര്യങ്ങൾ. ഒന്ന് മാല യുഖ്ബലു മിൻഹുൽ ഇൽം. ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്തുള്ള അവസ്ഥകൾ പറയാം. ഒന്ന് ഇൽമ്, യഥാർത്ഥ ഇൽമിന് അവർക്ക് കിട്ടില്ല. യഥാർത്ഥ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ അറിയണ ഇൽമാണ്. അള്ളാഹു തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരേ കള്ളുടിക്കൽ ഹറാമാണ്. എല്ലാവർക്കും ഒരു നിസ്കാരത്തിന്റെ ഫർദ്. നമ്മൾ 3-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും. കുട്ടികൾക്കൊക്കെ അറിയാം, നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടേലും പഠിച്ചിട്ടുണ്ടാവും. 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചത് അറിയാം. നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും സുന്നത്തും ഒക്കെ ഓൽക്കറിയാം. നിസ്കരിക്കണത് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഈ ഇൽമല്ല ഇതിലൂടെ വലുതായി വരണം. ഇത് പഠിക്കാൻ ഒരു രൂപരേഖ. ഇത് നമ്മളെ വാപ്പകാരന്മാർ നമ്മളിങ്ങനെ കണ്ടു വന്നിട്ടുണ്ട്. നമ്മളെ വാപ്പാരന്മാരൊക്കെ നിസ്കരിച്ച ആൾക്കാരായതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യാണ്? നിസ്കരിക്കാം. അള്ളാഹനെ മനസ്സിലായിട്ടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. അതിന് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താ അവിടെ കച്ചവടം നടക്കണ്ട? അവിടെ പെണ്ണുങ്ങളുണ്ടില്ലേ? ഒച്ചുണ്ടാക്കല്ലേ മക്കൾ? എന്റെ ചെവിക്ക് ഇങ്ങനെ കുത്തുക. കുട്ടികളൊക്കെ തൊള്ള കുത്തി പിടിച്ചാൽ കുട്ടികൾ കളിച്ചോട്ടെ, വലിയൊരു പണി കളിച്ചാലും മതി. കുട്ടികൾ ഒച്ചമ്പുളിയൊക്കെ ഉണ്ടാക്കണം. കുട്ടികൾ പാട്ടോട്ടെ കരയൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വലിയൊരു മുണ്ടല്ലടാ പറഞ്ഞ അതിനെക്കാട്ടി വലിയ ഒച്ച അതുണ്ടായിരുന്നു. കുട്ടികളോടെ കരഞ്ഞോട്ടെ, കളിച്ചോട്ടെ, ചിരിച്ചോട്ടെ. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട. ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇൽമ് ശ്രദ്ധിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാഫിയായ ഇൽമ് ഉയർത്തപ്പെടും. രണ്ടാമത് ഇൽമു പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കോളേജുകളും ദർസുകളും മദ്രസകളും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കി 10,000-കണക്കിന് മദ്രസ നമുക്കുണ്ട്. നമ്മളൊക്കെ മദ്രസ പഠിക്കണം 5-ാം ക്ലാസ് വരെ വലിയ പഠനം. എന്നിട്ട് നെരുങ്ങി 6-ാം ക്ലാസ് ഉണ്ടാക്കും. അതിന്റെ മുമ്പത്തെ കാലം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കാരണന്മാരോട് വെച്ചാൽ ഓത്തുപള്ളി പോയിട്ട് ഇങ്ങനെ ആ പലകമ്മല എഴുതലായിരുന്നു. വിരലോണ്ട് എഴുതുക, കൊള്ളിയോണ്ട് എഴുതുക, അങ്ങനെ എഴുതിയിട്ട് അതിൽ നിന്ന് പോലെ ഏറ്റവും വലിയ പഠനം. അലിഫും ബാവും തിരിഞ്ഞാൽ ഒരു ഖുർആൻ ഓതാൻ തുടങ്ങും. ആ ഇൽമു മതിയായിരുന്നു അവർക്ക്. അവർ നാഫിയായിരുന്നു. ശ്രദ്ധിക്കണ്ടോ? പഴയ കാലത്ത് കാരണന്മാരോട് ചോദിച്ചാൽ അറിയാം. ഓല വല്ലിപ്പ 10 കിതാബേ ഓതിട്ടുണ്ടോ. വലിയ ആലിമിന്റെ ബുദ്ധിയും വലിയ ആലിമിന്റെ വിവരവും ആകെ ഓതിയിട്ടുള്ളത് 10 കിതാബിന്റെ ചില ഭാഗങ്ങളായിരുന്നു. ഇന്ന് +2 വരെ മദ്രസ ഉണ്ട്. നല്ല ചിന്തിച്ചോളി. ഒരാളെ കുറ്റം പറയാനല്ല, നമ്മളെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ മാറ്റം വരുത്തേണ്ടതാണ്. നമ്മളെ വീട്ടില് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി 5-ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ്, സമസ്തന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഇതിലെന്താ? ഈ കുട്ടി ഈ വിഷയങ്ങളൊക്കെ ഭയങ്കര കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായതുകൊണ്ട്, അവിടുന്ന് എല്ലാ പരീക്ഷയിലും പാസ്സായതുകൊണ്ട് കൊടുത്ത സർട്ടിഫിക്കറ്റാ. ഈ കുട്ടിക്ക് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ഹറാമാണ് കാണുന്നത് എന്നുള്ള പേടി ഉണ്ടാവില്ല. മൊബൈൽ 24 മണിക്കൂർ കയ്യിലുണ്ടാവും. അവർക്കൊരു ലെവലേശം പേടി, ഖൽബിന്റെ ഉള്ളിൽ നിന്നൊരു പേടി വരൂല. എന്തേ കാരണം? ഈ പഠിച്ച ഇൽമ് നാഫിയായിട്ടില്ല. അറിയാത്തൊരു ആരില്ല. ഇന്നത്തെ കാലത്ത് അറിവില്ലായ്മ ആർക്കുള്ളത്? യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധ അതില്ലാണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും ഇല്ലാണ്ടായിട്ടുണ്ട്.
ഈ പറഞ്ഞ എനിക്കടക്കം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പറഞ്ഞത് മനസ്സിലാകണ്ടോ? ഞാൻ വലിയ മുട്ടക്കിയായിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ തോന്നരുതേ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എന്റെ കൽബിനോടാ പറഞ്ഞു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കൽബിന്റെ ഉള്ളിൽ പേടി വേണം കൂട്ടരെ. ആ പേടിക്ക് വേണ്ടിയാണ് മജ്‌ലിസുൻ നൂർ. ഇങ്ങനത്തെ സദസ്സുകളിൽ ഇരുന്ന് കൽബൊന്ന് ശുദ്ധിയാക്കി എടുക്കണം. അപ്പൊ ഓരോ നിസ്കാരത്തിലും നേരാവും. പിറ്റേ ദിവസവും നേരാക്കാൻ നോക്കൂ. ഇതെന്താ, നാളെ സുബൈ മുതൽ തുടങ്ങാം. നാളെ സുബൈ ഒരു ചെറുപ്പക്കാരെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു, ഞാൻ ഉസ്താദെ എല്ലാ വെള്ളിയാഴ്ച മുതൽ നേരാകാന്ന് വിചാരിക്കും. വെള്ളിയാഴ്ച കണ്ടാവും, അന്ന് എന്തെങ്കിലും തിരക്കപ്പെടും, അന്ന് സുബൈക്കില്ല. എന്നോടിപ്പോ ഞാൻ എന്നോട് ചെറുപ്പക്കാരൻ വളരെ ആത്മാർത്ഥമായ ഒരു മക്കാമിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മക്കാമിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് മഹാന്റെ പവറും ഈ ഒരു ആത്മീയത ഇങ്ങനെ പറഞ്ഞെടുത്തപ്പോ ഓൻ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു തോരക്കുണ്ട്. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ എന്നോട്, സുബ്ഹാനല്ലാഹ് ഉസ്താദെ, ഞാൻ ഓരോ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ച സുബൈ മുതൽ തുടങ്ങാന്ന് വിചാരിക്കും. പക്ഷെ അന്ന് എന്തെങ്കിലും ആയിട്ടാണ്ട് പോകും. പിന്നെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച നോക്കാം. ഇങ്ങനെ വെള്ളിയാഴ്ച നോക്കി പോയിട്ട് ഇതുവരെ എന്തായിട്ടില്ല, നേരാകാൻ പറ്റിയിട്ടില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ശ്രദ്ധിക്ക്, ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നതാണ്. കൽബിന്റെ ഉള്ളിൽ അല്ലാഹനെ പേടിയുള്ള ഇൽമുണ്ടാകണം, അല്ലാഹനെ അറിയുന്ന ഇൽമുണ്ടാകണം. സയ്യിദുനാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹ് എനിക്ക് നിന്റെ ശബ്ദം കേട്ടാ പോരാ, എനിക്ക് നിന്നെ കാണണം അല്ലാഹ്, എനിക്ക് നിന്നെ കാണണം അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചപ്പോ തൂർ സീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ലംഘുന്ന പ്രകാശം അങ്ങ് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴേക്ക് മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതരായ കഥ നമ്മൾക്കറിയാവുന്നതാണ്. അതേ റബ്ബിന്റെ അടുക്കലേക്കാണ് നമ്മളെ കരളിന്റെ കഠിനമായ ചങ്കിലച്ചോരയായ ഹബീബായ മുത്തായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീൽ മുഖാന്തരം കയറി പോവുകയാണ്. ജിബ്രീൽ പറഞ്ഞത്, എന്താ നബിയേ, ഇനി ഞാൻ അങ്ങോട്ടില്ല, എനിക്കങ്ങോട്ട് കടക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിക്കോളൂ നബിയേ. അള്ളാന്റെ അടുക്കലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബ്ബിന്റെ മുന്നിൽ പോയി നിന്നിട്ട് പരസ്പരം മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് അവിടുന്ന് സ്നേഹം പങ്കിട്ടുകൊണ്ട് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുമ്പോ അവിടുന്ന് പറഞ്ഞ വാക്കാണ്, അല്ലാ, ഞാൻ മാത്രം നിന്നെ കണ്ടാ പോരാ, എനിക്ക് മാത്രം നിന്നെ അനുഭവിച്ചാ പോരാ, എന്റെ ഉമ്മത്തിനും വേണം അല്ലാ, എന്റെ ഉമ്മത്തീങ്ങൾക്കും അങ്ങേ കാണണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് റബ്ബിനോട് പറഞ്ഞപ്പോ അവിടുന്ന് കൊടുത്തതാ പടച്ചതമ്പുരാന് മുഅ്മിനീങ്ങൾക്ക് കാണാൻ, അള്ളാനെ അറിയാൻ, അള്ളാഹുവിലേക്ക് എത്താൻ, അള്ളാന്റെ പ്രകാശം കൽബിന്റെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങാൻ അള്ളാഹു കൊടുത്ത സമ്മാനമാ നിസ്കാരമായി കടന്നു വന്നത്. അതാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നിസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുഅ്മിനിയായ മനുഷ്യന് മിഅ്റാജ റബ്ബിനെ കാണാനുള്ള അവസ്ഥയാണ്. അത് കാണാനുള്ള ഇൽമു കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കാണുന്ന വ്യക്തി പിന്നെങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം ഇപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ഉറങ്ങി എണിച്ച് ഈ രാത്രിയിലും കഴിഞ്ഞാൽ സുബഹി നിസ്കരിച്ചാനുള്ളതാണ്, റബ്ബിന്റെ മുന്നിൽ പോകാനുള്ളതാണ്. ഓന്റെ മുന്നിൽ പോകുമ്പോ ഓന്റെ കൽബിലേക്കാ നോക്കുക, എന്റെ മനസ്സിലേക്കാ നോക്കുക. എന്റെ മനസ്സിന്റെ ഉള്ളിൽ കാണുന്നവൻ അവനാ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറ്റും പോരും അസൂയും കിബറും കള്ളത്തരാണെങ്കിൽ ഈ റബ്ബ് കാണൂല എന്നെ എന്നൊരു ബോധം നമുക്കുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഇങ്ങനെ വൃത്തിയാക്കിയാണ് ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിന്റെ ബാക്കിലുണ്ട്. ഈ സദസ് ഇങ്ങനെ ശരിയാക്കല്ലേ, ഇതിന്റെ ബാക്കിൽ എന്തേ കാരണം നിങ്ങളൊക്കെ വരുമ്പോ ഒന്നൊരു വൃത്തിയായിട്ട് ഒരു സ്റ്റേജും സദസ്സൊക്കെ വേണം എന്ന് കരുതി ഞാൻ കരുതിയ വാരി എടുക്കുകയാണെങ്കിലോ ഈ സദസ്സും ഇതൊക്കെ ചിന്തിച്ചു നോക്കി. അതല്ല, ഒരു നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ വരുമ്പോ ആ സദസ്സൊക്കെ ഒന്ന് അവർക്ക് ഇരിക്കാൻ അവർ നോക്കിയാൽ കാണുന്ന രീതിയിൽ വൃത്തിയാക്കും. നമ്മളെ വരയ്ക്ക് 4 ആള് വരികയാണ്. 4 ആളുകൾ വരുമ്പോ നമ്മളെ പേരൊക്കെ ഒന്ന് അടിച്ചോരി ഇതുവരെ തുറക്കാത്ത പെണ്ണുങ്ങൾ കാണാൻ ബക്കറ്റും വെള്ളം എടുത്തിട്ട് കുറച്ചോരെ ഉള്ള സർക്കും കൂടെ ഒക്കെ പാടിട്ടിട്ട് ആണ്ട് കെക്കി വൃത്തിയാക്കിയുള്ള അത്തറും ഒക്കെ പൂശി റെഡിയാക്കിയിട്ടുണ്ടാവും. അടച്ചോനെ ഒരു മനുഷ്യങ്ങനെ കയറി വരുമ്പോ ഡൈനിങ്
എന്റെ വരി ഇതേമാതിരി മണമുള്ളതാണെങ്കിൽ അത് അന്നേ ഉണ്ടാവുള്ളേ. ഇപ്പൊ വിചാരിച്ചു ഒന്നും ഈ പമ്പറത്തോളം ഇങ്ങനെ അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കണല്ല. ഇതിപ്പോ നിങ്ങൾ വരുന്നത് കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. കാരണം പെണ്ണുങ്ങൾ ചോദിച്ചു ആ വരുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടോ, എന്റെ പെണ്ണുങ്ങളുണ്ടോ ഇന്ന് അടുക്കളയും കൂടി വൃത്തിയാക്കാനാ. അല്ലെങ്കിൽ അടുക്കള ചെയ്യൂല. ആണുങ്ങൾ മാത്രമാണെങ്കിൽ ഡൈനിങ് ഹാള് വരെ വൃത്തിയുള്ളൂ. പെണ്ണുങ്ങളും കൂടി ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലായില്ല. അപ്പൊ അടുക്കളയും കൂടി എന്ത് ചെയ്യണം? അപ്പൊ ഒന്ന് തുടച്ചു കോരി വൃത്തിയാക്കി ആ പാത്രങ്ങളൊക്കെ അവിടെ കിടന്നിരുന്ന ചട്ടി പുറത്തേക്ക് വെച്ച് പുറത്തെത്തിന്ന കുപ്പി അപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഒതുക്കി ഇങ്ങനെ വെക്കും വൃത്തിയാക്കി. അപ്പൊ ഇങ്ങനെ കണ്ടാ പഠിച്ചോനെ തിരക്കടില്ല ഒരുപാട് ഒന്ന ഒരുപാട് മറ്റൊരു ഒരുപാട് മാതിരിയല്ല ഒന്ന് ഉസാറാണ് എന്ന് തോന്നും. അത് തോന്നണം. ഒരു വീട്ടിൽ കയറിയാൽ അവരെ കുറിച്ച് നല്ലത് തോന്നണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാ ഇതേ രീതിയിൽ ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോ കഴിയുന്നതിന്റെ പരമാവധി വൃത്തിയാക്കാൻ നമ്മൾ നോക്കും. ഇനി പൈസ ഇല്ലേ കടം വാങ്ങിയിട്ടെങ്കിലും നേരാക്കി എടുക്കും. ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മളെത്തുള്ളതിന്റെ പരമാവധി എത്ര വലിയ വണ്ടിയാണോ വാങ്ങാൻ പറ്റാതെ വാങ്ങും. ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്തിയത് എടുക്കും. ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ വരെ നല്ല ചെരുപ്പ് നോക്കിയിട്ട് എടുക്കും. ഇതിലൊക്കെ നല്ലത് നോക്കുമ്പോ റബ്ബിന്റെ മുന്നിൽ എത്തുമ്പോഴും വേണ്ടേ ആ നന്മ. ഇതൊക്കെ തരുന്നത് ആരാണ്? ഇതിന്റെ കൂടെ ഇല്ല. ഇതൊക്കെ തരുന്നത് ആരാണ്? മനസ്സിലാകുന്നുണ്ടോ? ഒരു രോഗം വന്ന് വലിയ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, അങ്ങനെ തന്നെ കൊണ്ടുപോകണം, നല്ല ഡോക്ടറെ തന്നെ കാണണം. നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇവിടെ കിട്ടാവുന്നതിന്റെ പരമാവധി നല്ല ചികിത്സ എന്റെ അപ്പാക്ക് കൊടുക്കണം, എന്റെ മോൾക്ക് കൊടുക്കണം. ഇത് ചിന്തിക്കുമ്പോ പടച്ചോനെ അവിടെ പോയാലും മാറ്റണോ എന്റെ റബ്ബാണല്ലോ. ഏത് ഹോസ്പിറ്റലിൽ പോയാലും മാറണമെങ്കിൽ എന്റെ റബ്ബ് വിചാരിക്കണല്ലോ. ആ നിസ്കരിക്കണം, നിസ്കാരത്തിൽ കൽബൊന്ന് ശുദ്ധിയായിട്ടൊന്ന് വരുന്നാൽ ചിലപ്പോ അവിടേക്കൊന്നും പോകാതെ തന്നെ മാറ്റാൻ കഴിവുള്ള റബ്ബല്ലേ. അതാണ് കൽബിന്റെ ശുദ്ധത. അത് വേറൊരാളെ കാണിക്കാനുള്ളതല്ല. കൽബ് നന്നാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ വയക്സറു ഫീഹിം വലദുൽ ഇൻസ്. വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ അധികരിക്കും. ഇത് പറഞ്ഞാൽ ഒരുപാട് ചിന്തിക്കാണ്ട്, ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഖിയാമത്ത് നാൾ അടുക്കുമ്പോ ഉത്തരവാദിത്തമില്ലാതെ കുറെ കുട്ടികളുണ്ടാവും. നമ്മൾ പറയും നമ്മളെ കുട്ടി എനിക്ക് 3 ഉണ്ടെന്ന് അറിയാം, ചിലപ്പോ നമുക്ക് അറിയില്ല. അല്ലാഹു കാക്കട്ടെ. വിശ്വാസം മനസ്സിലായില്ല. അത് വിശദീകരിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിസരത്ത് നിന്ന് ഒരു നിക്കാഹിന് പോയപ്പോൾ ആളെ പറയില്ലട്ടാ, സുബ്ഹാനല്ലാഹ്, ഒരു നിക്കാഹിന് പോയി കാര്യന്മാര് നിശ്ചയത്തിന് പോയതാ. ഈ പരിസരത്താണ്, അവിടെ പരിസരത്ത് പറയില്ല. നിശ്ചയത്തിന് പോയപ്പോ അവിടുന്ന് കാരണന്മാർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ചെക്കനെ നിങ്ങള് വല്ലാതെ അങ്ങോട്ട് അടിക്ക് ഇറങ്ങി അന്വേഷിക്കൊന്നും മറ്റൊരു കാരണം വെച്ചിട്ട് പറയാണ്. പെണ്ണാണ് അവന് നിശ്ചയത്തിന് വേണ്ടി പോയത്. അപ്പൊ ഞാൻ അവിടെ സുബ്ഹാനല്ലാഹ്, വല്ലാതെ അങ്ങോട്ട് അടിക്കിറങ്ങി അന്വേഷിക്കൊന്നും വേണ്ട, ചെക്കൻ കുഴപ്പമില്ല എന്നാണ്. അതിന് അവിടുത്തെ കാരണം വെച്ചിട്ട് ആ പറഞ്ഞ മാതിരി തന്നെ പടിയുന്ന മനസ്സിലായില്ല. ആ പറഞ്ഞ മാതിരി തന്നെ പടി. എന്താ ചെയ്യണ്ട, വല്ലാതെ അടിക്കിറങ്ങിയിട്ട് അന്വേഷിക്കണ്ടാണ്. ഇത് ഞാൻ പങ്കെടുത്തൊരു സദസ്സിന്റെ അവസ്ഥയാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇത് ഹക്കായിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഈ രീതിയിൽ അറിഞ്ഞതും അറിയാത്തതും ഉണ്ടാവും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇനി അതല്ല, നീ അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണ് വരുമ്പോ ആ പെണ്ണിന്റെ മുഖം കാണാൻ പാടില്ല. ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ ഒരു തരി പോലും വേറെ അന്യപുരുഷനെ കാണാൻ പാടില്ല. അങ്ങനത്തെ ഒരു പെണ്ണുമായി വരുമ്പോഴാണ്, ആ പെണ്ണുമായി കൂടുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അതിൽ ബറക്കത്ത് ഉണ്ടാകുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് 2-3 സ്വഹാബാക്കൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. മുത്തുനബി ഭാര്യയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ അള്ളാന്റെ ഹബീബ് സ്വഹാബത്ത് ഇങ്ങനെ നടന്നു വന്ന് സലാം പറഞ്ഞങ്ങ് കടന്നുപോയി. കടന്നു പോയപ്പോ മുത്തുനബി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സ്വഹാബാക്കളെ വിളിക്കുകയാണ്. സ്വഹാബ,
ഇത് എന്റെ ഭാര്യ ഇന്നാലിന്ന പെണ്ണാണ്, ഇത് എന്റെ ഭാര്യ ഇന്നാലിന്നവളാണ്. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് അങ്ങനെ സംശയമില്ലല്ലോ നബിയേ, അങ്ങ് വേറൊരു പെണ്ണിന്റെ കൂടെ നടക്കാനുള്ള സംശയം ഞങ്ങൾക്കില്ലല്ലോ നബിയേ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ഹബീബ് പറഞ്ഞത് സംശയം നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടല്ല, നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ടുമല്ല. പക്ഷേ നാളെ മറ്റന്നാ ഒരാളുടെ കൂടെ അങ്ങനെ പോയിരുന്നു എന്ന് പറയുമ്പോ അത് ഇന്നവളായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ആ പെണ്ണിന്റെ രൂപം ആർക്കറിയൂല. പോയ ഒരു സ്വഹാബത്തിനും ആ രൂപം കാണില്ല. അതുകൊണ്ടാ അല്ലാഹു സ്വീകരിക്കട്ടെ. മനസ്സിലാകുണ്ടോ? ഇനിയോ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിനോട് അടുക്കുന്ന സമയം ശ്രദ്ധിക്കണേ ഉമ്മമാര്. അല്ലാഹുവേ, വെറുതെ വന്നതല്ലല്ലോ ഇവിടെ കാരമ്പത്തൂർ ഈ മജ്ലിസുൻ നൂറിന്റെ വേദിയിലേക്ക് എന്റെ ഉമ്മമാര് കടന്നു വന്നിരിക്കുന്നത് മനസ്സ് നന്നാകാനാ. അല്ലാഹു നന്നാക്കി തരട്ടെ. പടച്ചറബ് പരമാവധി നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധുക്കളായ നമ്മൾക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തിനോട് അടുക്കുന്ന സമയമാണ്. മരിക്കുമെന്ന ഉറപ്പ് കിട്ടിയ സമയം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടെ കുളിച്ചിട്ട് മുടിയെല്ലാം ചീകിയിട്ട് റാഹത്തോടുകൂടെ ഇരുന്നു കൊണ്ട് അലിയാർ തങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് വായിലേക്ക് വാരിക്കൊടുത്തു. ഞാൻ പോകാന്ന് പറഞ്ഞു. ഭാര്യ പറയുകയാണ് ഭർത്താവിനോട്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഭർത്താവ് കരയുകയാ. അലിയാർ തങ്ങൾക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോകുന്ന സന്തോഷമാണ്. അലിയാർ പറഞ്ഞു, പെണ്ണേ നിന്റെ ഉപ്പ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഒരു ഭർത്താവിനെ പോലെ നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നിന്നെ എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കൂടെ വന്നപ്പോഴൊക്കെ നീ പട്ടിണിയിലാണ്, പരിവട്ടത്താണ്, വിഷമത്തിലാണ്, ബേജാറിലാണ്. നിന്റെ ഉപ്പാനോട് പോയിട്ട് അരി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തിനാ അരി ഏൽപ്പിച്ചത് എന്ന് ഉപ്പയോട് പറയല്ലേ ഫാത്തിമ എന്നൊക്കെ ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. ചുംബിച്ചുകൊണ്ട് പറയുകയാ, എന്റെ ദുനിയാവിലെ ഏറ്റവും വലുത് അങ്ങാണ്, എനിക്കങ്ങ് കിട്ടിയില്ലേ. എന്റെ ഉപ്പ തന്ന ഏറ്റവും വലിയ ഖൈറ് എനിക്ക് അങ്ങേ ഏൽപ്പിച്ചു തന്നതാ. അങ്ങയുടെ കയ്യിലായത് കൊണ്ടല്ലേ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. ഏത് പെണ്ണാ പറയുന്നത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് ദിവസങ്ങളോളം പട്ടിണിയായിട്ട് അതേ മുലപ്പാല് പോലും വറ്റിപ്പോയി ചരിത്രം പറയുന്ന ബീവി ഫാത്തിമയാ പറയുന്നത്. പെങ്ങളെ, ഏറ്റവും വലിയ തറവാട്ടുകാരനായ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോളാ, ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യവതിയാ ആ ഫാത്തിമയാ പറയുന്നത്. പട്ടിണി കിടന്നിട്ട് പരാതി പറഞ്ഞില്ല. അതേ അരച്ച് കയ്യിന്റെ ഉള്ളനടി പൊട്ടിയപ്പോ അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ പോയിട്ടൊരു വേലക്കാരനെ തരുമോന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, പാവപ്പെട്ടവർക്കുള്ളതാ പെണ്ണ്, നിനക്കുള്ളതല്ലാന്ന് പറഞ്ഞുകൊണ്ട് നട്ടപ്പാതിരാക്കി വന്നിട്ട് അള്ളാന്റെ ഹബീബ് ചാരി ഇരുന്നു കൊണ്ട്, മോളെ നിനക്ക് വിഷമമായോ വേലക്കാരനെ കിട്ടാത്തത് കൊണ്ട്? എനിക്ക് അതിനേക്കാൾ വലുത് ഞാൻ പറഞ്ഞു തരാ. നീ കിടക്കാനേറെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ വാപ്പ. ആ വാപ്പയുടെ പൊന്നുമോള എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കേണ്ട പെണ്ണാ. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് അല്ലാഹു കുറഞ്ഞ ഒരു സൗകര്യം തരുമ്പോഴേക്ക് അല്ലാഹനെ മറന്നു പോകല്ലേ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കരയുന്നത് കണ്ടപ്പോ ആളുകൾ വന്നിട്ട് ചോദിച്ചു, കൂട്ടുകാരികൾ വന്നിട്ട് ചോദിക്കുകയാ, അലിയെ വിട്ടുപോകുന്നത് കൊണ്ടുള്ള വിഷമമാണോ? ഹസൻ ഹുസൈനെ വിട്ടുകൊണ്ടുപോകുന്നതിലുള്ള വിഷമമാണോ? മരണത്തോടുള്ള പേടിയാണോ ഫാത്തിമ? എന്തിനാ കരയുന്നത് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്കതിലൊന്നും പേടിയില്ല. അലിയെ വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്റെ മക്കളെ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ എന്റെ ഉപ്പാന്റെ അടുക്കലേക്കാണ്
മരിച്ചിട്ടാണല്ലോ പോകുന്നതെന്ന സന്തോഷം അതിനൊക്കെ മറികടക്കുകയാ. മരണത്തിന് എനിക്ക് പേടിയില്ല, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ശരീരം കുളിപ്പിക്കുമല്ലോ, എന്റെ ശരീരം കഫൻ ചെയ്യുമല്ലോ. കഫൻ ചെയ്തുകൊണ്ട് ആളുകളുടെ മുന്നിലൂടെ കൊണ്ടുപോകുമ്പോ, ആളുകളുടെ മുന്നിലൂടെ എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഫാത്തിമയുടെ ശരീരം എങ്ങനെയാണ് നാട്ടുകാര് കാണൂല്ലേ? ഫാത്തിമ തടിയുള്ളവളാണോ, തടി കുറഞ്ഞവളാണോ? ഫാത്തിമയുടെ ശരീരത്തിന്റെ വലിപ്പം നാട്ടുകാര് കാണൂല്ലേ? കഫൻ തുണി വരിഞ്ഞു മുറുക്കുമ്പോ ശരീരത്തിന്റെ അളവ് ജനങ്ങളെ കാണൂല്ലേ? അതിൽ ലജ്ജിച്ചുകൊണ്ടാ ഞാൻ കരയുന്നതെന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോഴാണ് അതുവരെ ഒരു പലകയിൽ മയ്യത്ത് കൊണ്ടുപോയിരുന്നത് പിന്നെ ഒരു മറയുള്ള കട്ടിലേക്ക് മാറ്റിയത് എന്ന് ചരിത്രം പറയുമ്പോ ആ പെണ്ണിന്റെ പേടി എത്രയാ പൊന്നുമോളെ. ശരീരം മരണത്തിന് ശേഷം കൊണ്ടുപോകുമ്പോ പോലും ഒരളവ് അറിയുന്നത് പേടിയായിരുന്നു. അതില്ലവർക്ക് ലജ്ജയായിരുന്നു, അതില്ലവർക്ക് മാനക്കടായിരുന്നു. ഇതാ പുതിയാപ്പിള കടന്നു വരുന്നത്, പുതുവണ്ണ് കടന്നു വരുന്നത് ഹറാമിലൂടെയാ. അന്യന്റെ മുകളിൽ ഇങ്ങനെ ചിരിച്ചു നിന്നുകൊണ്ട് ഏതോ അന്യനായ പുരുഷന്റെ മുന്നിൽ തമാശ പറഞ്ഞുകൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം ഹലാലായി കിട്ടുന്ന ഭർത്താവിന്റെ മുന്നിലേക്ക് വരുന്നതിന്റെ മുമ്പ് കൈപിടിക്കുന്നത് വേറെ ആരോ, അതേ താട പിടിച്ചു മാറ്റുന്നത് വേറെ ആരോ, തമാശകൾ പറയുന്നത് വേറെ ആരൊക്കെയോ. അങ്ങനെ ഹറാമുമായി കൂടെ വരുന്ന പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോ വ്യഭിചാരിയാ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതിൽ ഇതിലൊരു ആശയമുണ്ടോ? അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വ്യഭിചാരികൾ അധികരിക്കും, വ്യഭിചാരത്തിലുണ്ടായ മക്കൾ അധികരിക്കും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഏത് വീട്ടിലില്ലാത്തത്, ആരോടെ ഇല്ലാത്തത്? നിങ്ങളിക്ക് ഞാനും നിങ്ങളൊക്കെ കണക്കാ. നമ്മളെ പെരിയിൽ കാര്യം വരുമ്പോൾ നമ്മൾ സോർത്തതേ വേറുള്ളവരെ കുറ്റം നമ്മൾ നോക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ മനസ്സന്നാക്കി തരട്ടെ. എന്നിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അവരിൽ സഖാരികൾ അധികരിക്കും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ സഖാരികൾ? അപ്പൊ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കുക. എന്താ, കുറഞ്ഞ ആളുകൾ ഒരു സംഘം വരാനുണ്ട്, കുറഞ്ഞ ആളുകൾ അവസ്ഥ, കുറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കി. ആ ആളുകള് കാണുമ്പോ ഇങ്ങനെ പറഞ്ഞേ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടരാ. ഓലിങ്ങനെ പരസ്പരം കാണുമ്പോ ശപിച്ചുകൊണ്ടായിരിക്കും അഭിവാദ്യം ചെയ്യുക. നമ്മള് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് പകരം ഡാഷിന്റെ മന എന്തൊക്കെ ഉണ്ട്, നല്ല സന്തോഷത്തില് മനസ്സിലായില്ല, എവിടെ ഇരുന്നടാ, മനസ്സിലായ? അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. തെറി പറഞ്ഞുകൊണ്ട് സ്നേഹം വന്നു. ഞാനത് കേട്ടുകൊണ്ടിരിക്കുക. പന്തളിക്കണ ഗ്രൗണ്ടിലൊക്കെ പടച്ചോനെ ഇങ്ങനെ വരുമ്പോ നല്ല കളിക്കാരനാണ്. ഓ കളിക്കാരൻ പെരനീന് പടച്ചോനെ ഈ കുട്ടികളെ വിളിച്ചു പറഞ്ഞ തെറി കേട്ടുമ്പോ പെരീക്ക് കൊണ്ടു. പക്ഷെ ഭയങ്കര സന്തോഷത്തിന് ഇത് കേട്ടപ്പോ ഒന്നും കൂടി ആവേശം. ഈ ഹരീസും അതും കൂടി ഇങ്ങനെ മാറ്റി വെക്കുമ്പോ തൊട്ടടുത്താണ് ഏതുള്ളത്, തൊട്ടടുത്താണ് ഏതുള്ളത്. അനാവശ്യം പറഞ്ഞ് ശപിച്ചുകൊണ്ട് വൃത്തികെട്ട സാധനത്തിന്റെ പേര് അറിഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കും. ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. മനസ്സിലാകുണ്ടോ? അതിന് സ്ത്രീകളിലുണ്ടോ? സ്ത്രീകളിലുണ്ട്. ഇതേ രീതി ആരിലുണ്ട്? സ്ത്രീകളുടെ കമ്പനി കാണുമോ അടച്ചാലെ അസ്സലാമു അലൈക്കും എന്ന് പറയില്ല, കണ്ടതിന് സന്തോഷം പറയുന്നത് ഉരുപ്പേന്ന് പറഞ്ഞാൽ മനസ്സിലായി. ശാപ വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ലാ തഖൂമു ഹത്താ യുഇസ്സല്ലാഹു ഫീഹി സലാസ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു ചുരുക്കും. അത് ചുരുക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാളിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന എന്തിനാരോ, ഖിയാമത്ത് നാളാകുമ്പോ മനസ്സ് പറ്റ മോശമായി. ഈ
ബദ്രൈത്തിനോടും മജ്ലിസുന്നൂറിനോടും സ്വലാത്തിനോടും ദിക്റിനോടും പള്ളിനോടും പള്ളിക്കത്ത മൂല്യന്മാരോടും മദ്രസിനോടും ഒന്നും താല്പര്യമില്ലാത്തൊരു കൗമ് നമ്മളടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകണേ ഒരു കുഴപ്പമില്ല. ഒരു ഹൈന്ദവരാണ്, അവര് നമ്മളോട് നല്ല സഹകരിക്കുന്നവരാണ്. നമ്മളെ യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല സ്നേഹിക്കുന്ന ആളാണ്. പിന്നെ ഓണത്തിന് ഒരുപാട് ഹിന്ദുക്കൾ ക്ഷണിക്കലുണ്ട്. കോട്ടക്കൽ ആര്യവശാലന്റെ ആ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം ആടർത്തി ഉണ്ടാക്കിയിട്ട് കാത്തിരുന്നവരാണ്. അവര് എന്ത് കൂട്ടൂല, ഇറച്ചി കൂട്ടൂല. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറയാം, ഉസ്താദേ ബീഫ് ഞങ്ങൾക്ക് പറ്റൂല. എന്നോട് പറഞ്ഞാ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കും, ബീഫ് ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റൂല. ഞാൻ ആടിന് അർത്താലോ ഞാൻ ആടുണ്ടെങ്കിൽ ഞാൻ വരും. സദ്യക്കാട്ടോ, സദ്യ എന്ന് പറഞ്ഞറിയില്ലേ, പച്ചക്കറിയാണ്. ആടുണ്ടെങ്കിൽ ഞാൻ വരുന്നു, നമുക്കായിട്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയതും അവരുടെ പൂജാ റൂം കാട്ടി തന്നതും അവരുടെ ദൈവങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഭയങ്കര കാര്യത്തിൽ കണ്ടേ. ഇതൊക്കെയാണ് വൃത്തിയിൽ മൂപ്പർ കാട്ടി തന്ന എല്ലാ കാര്യങ്ങളും കാട്ടി തന്നു. അവരുടെ ആ ഭക്തിയും പാരമ്പര്യവും ഒക്കെ പറഞ്ഞു. ഇവിടെ സ്നേഹം ഇപ്പോഴും വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് വരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ഹിന്ദുക്കളുണ്ട്. അവർക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ്. മമ്പറം തങ്ങളെ കൂടെ ഒരു ഹൈന്ദവനായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ചരിത്രം പഠിച്ചാൽ മങ്ങാട്ടച്ചൻ അറിയില്ലേ, മൂപ്പര് കുഞ്ഞായൂസിലേറെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. എല്ലാറ്റിനും ഈ പാരമ്പര്യം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ കൂട്ടത്തിൽ എങ്ങനെ ഏതുപോലെ ശ്രദ്ധിക്കണേ മിനിങ്ങളെ. ഞാൻ നിർത്തുക, അധികം സമയം കൊണ്ടുപോകണില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുഖത്തൊക്കെ ഉണ്ട്. എന്തോ മൂല്യരെ കുറെ നേരമായി ചന്തിങ്ങനെ തരിപ്പിച്ചൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ നിർത്തി തരുമെന്ന് വെച്ചു, എന്തോ ഹരക്കാനായിക്കണം. അൽഹംദുലില്ലാ ഒന്ന് ഹരക്കുക ഇൻഷാ അല്ലാഹ്. ഒരു വിഷയം, അവിടുന്ന് കുറെ മരങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുക. കുറെ മരം, നല്ല മരമുണ്ട്, വലിയ മണ്ണുള്ളതുണ്ട്, മണ്ണില്ലാത്ത ചെറുതുണ്ട്. അങ്ങനെ മരങ്ങളെ കൂട്ടങ്ങനെ നിൽക്കുക. ഈ കൂട്ടത്തില് ശ്രദ്ധിക്കണേ. അപ്പൊ ഒരാൾ ഈ മഴുവിന്റെ ഈ തലപ്പിൽ എന്താ പറയാ, ഈ മഴുവിന്റെ ഈ എന്താ പറയാ, എന്താ പറയാ, എന്നല്ല പറയാ, മഗിന്റെ തായിന്ന് എന്താ പറയില്ലേ. അതിന് പറഞ്ഞ് തെറ്റണ്ടാച്ചിട്ട് അതാ ചോദിച്ചു. ഈ ഇരുമ്പ്, ആ സാധനം പിടിച്ചിങ്ങനെ വരേണ്ട ഒരാള്. അപ്പൊ ഈ ചെറിയ മരത്തിന് ബേജാറായി. വലിയ മരത്തിനോട് ചോദിച്ചു, ഓ എന്തെങ്കിലും നമ്മളെ കാട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ വലിയ മരം ഇങ്ങനെ നോക്കി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ മനുഷ്യൻ മരത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. അപ്പുറം പോയിട്ട് അവിടെ നിന്നുണ്ട് മരത്തിന്റെ ഒരു പിടി അയിമ കയറ്റിയിട്ട് പിന്നെ തോളിലിട്ടിട്ട് വരണേ. ഓൻ വരുന്നത് ഇങ്ങനെ നോക്കിക്കായി, ചെറിയ മരം. ബേജാറിൽ പറഞ്ഞു, ഓ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്, എന്തെങ്കിലും കാട്ടുമോ. അപ്പൊ ഈ വലിയ മരം പറഞ്ഞത്രേ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒന്നും ഉറപ്പുണ്ട്, ചിലപ്പോ എന്തെങ്കിലും കാട്ടിക്കൊള്ളു. മനസ്സിലായിണ്ടാ? നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് ഓന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇനി ചിലപ്പോ ഇതേ അവസ്ഥയാണ് മുസ്ലിമീങ്ങൾക്ക്, ഇതേ അവസ്ഥയാണ് മഹല്ലിൽ, ഇതേ അവസ്ഥ തന്നെയാണ് ഏതൊരു നന്മക്കും. നന്മ നഷ്ടപ്പെടാൻ ഈ നന്മയിൽ ഉണ്ടാകേണ്ട ഒരാൾ അപ്പുറത്തുണ്ടോ, അയാളെ കൊണ്ട് വലിയ ശല്യം. സംഗതി ഒരു പിടിയ കണ്ടു കാര്യമില്ല, ഓനെ കൊണ്ടുള്ള ഉപദ്രവം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മനസ്സിലാകുണ്ടോ? ഇത് കൂടാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം എന്ന് പഴയ കാലത്തെ ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്താറ്. ആ ഒരു രീതി തന്നെയാണ് നമ്മൾ അതിൽ പെടരുത്. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ആത്മാർത്ഥമായി നന്നാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. 3 കാര്യങ്ങൾ കിട്ടാകനിയായിരിക്കും എന്ന് ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ. ഒന്ന് ഇതല്ലേ നോക്കിട്ടോ, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ദിർഹമൻ മിൻ ഹലാൽ. ഹലാലിൽ നിന്നൊരു ദിർഹം ഉണ്ടാവൂല, ഹലാലിൽ നിന്നൊരു ദിർഹമും നാട്ടിലുണ്ടാവൂല. ശ്രദ്ധിക്ക്, നമ്മൾ ഈ നാട്ടിലൊരു കച്ചവടം നടത്തുകയാണെങ്കിൽ ഹലാല് മാത്രം നോക്കി നടന്ന കച്ചവടം നടക്കുവോ? നിങ്ങളെന്റെ കൂടെ അല്ല പറച്ചോണ്ടോ? ഉണ്ടാവോ? നടക്കൂലേ? ഹലാല് മാത്രം നോക്കിയിട്ട് ഒരു മനുഷ്യൻ കച്ചവടം നടത്താൻ നിന്ന കണ്ണീർ ഉസ്താദ് മരക്കച്ചവടം നടത്തിയാൽ മതിയുണ്ടോ? പൊട്ടിപ്പാളി.
അധിക കച്ചവടക്കാർ അവിടുന്ന് ലോണ് ഇപ്പുറത്ത് പണ്ടും പണയം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, കടത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഇതൊക്കെ വെക്കുന്നതും ഇന്ന് വെച്ച് നാളെ എടുത്ത് മറ്റന്നാ ഉഷാറാക്കാന്ന് കരുതിയിട്ടാണ്. അള്ളാഹു ആ ഉദ്ദേശം പോലെ അള്ളാഹു കാര്യങ്ങൾ നടത്തി കൊടുക്കട്ടെ. മുത്തുനബി പറയാ മുസ്തഫാദൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഉപകാരമുള്ള ഇൽമുണ്ടാവില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടാവില്ല. കമ്പനി ഉണ്ടാവും, ഭയങ്കര കമ്പനിയാണ് ഈ കാരണം. എന്തിനാ? പിന്നാരായ നാസ്തക്ക് പോവാൻ ഭയങ്കര ഉഷാറായിട്ട് അവിടെ സവായ ഭയങ്കര ടേസ്റ്റാ, ഇപ്പുറത്തെ മസാല അത് അതിനേക്കാളും ടേസ്റ്റ്, അവിടെ ഒന്ന് പോയി നോക്കണം എന്നറിയാം. ഇപ്പൊ ഉണ്ടാവും ആ പള്ളിക്കല് ഉഷാറാട്ടോ, ഇവിടെ ഒന്ന് പോയി നമ്മൾ നിസ്കരിക്കല്ലേ, ഇപ്പുറത്തെ ഒരു മക്കാമുണ്ട് കേട്ടോ എന്ന് പറയാൻ ഒരാളുണ്ടാവൂല. ശ്രദ്ധിക്കണ്ടോ? അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. നിങ്ങൾ നാസ്തക്ക് പോയിക്കോളി, ആ കൂട്ടുകെട്ടുണ്ടായിക്കോളി. അതേപോലെ ഏതിനും വേണം. നമ്മളൊന്ന് ജുമയ്ക്ക് ഏതായാലും വെള്ളിയാഴ്ച അല്ലേ ഒരു 10 മണിക്ക് തന്നെ പോവുക, അൽക്കഫു സ്വലാത്തൊക്കെ ഒന്ന് ചെല്ലാലോ, അപ്പോഴേക്കല്ലേ സമയമുള്ളൂ. നമ്മളൊന്ന് നേരത്തെ പോവുക എന്ന് പറയാൻ. അഥവാ ഒരാൾ നേരത്തെ പോകണം, നേരത്തെ ഞങ്ങൾക്ക് വലിയ വിധാനുണ്ടാ, അവിടെ പോയി ഇങ്ങനെ നമ്മൾ കുറച്ചായിട്ട് പോകേ എന്നിട്ട് പിടിച്ചു നിർത്താൻ ആളുണ്ടാവും. അതാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവിനെ പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല. അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് തന്നെ ബേജാറായി. ഈ ഒരു കോലത്തിൽ വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം നഷ്ടത്തിലാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് പള്ളി പൊളിക്കാനോ അവിടെ കുടുങ്ങാനോ ഇവിടെ ആപത്തുണ്ടാകാനൊക്കെ കാരണം ഇതാണ്. ഈമാൻ ശരിയാക്കിയാൽ എല്ലാം ശരിയാവും. പഴയ കാലത്തുണ്ടായിരുന്ന മരുന്ന് ഈമാനായിരുന്നു. ആ ഈമാൻ ഉള്ളത് കൊണ്ട് ഇത്യാദി രോഗങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇത്യാദി രോഗങ്ങൾ വന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ വിശ്വാസമില്ലായ്മയാണ്. കഴിക്കുന്ന ഭക്ഷണം അത് ഒരൊറ്റ വറ്റാണെങ്കിലും അത് ഒന്ന് വിലങ്ങിനിരുന്നാൽ, നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഒന്ന് വിലങ്ങടിച്ചാൽ തീർന്നു പോകും എന്നൊരു ഓർമ്മ കഴിക്കുമ്പോണ്ടാകണം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ഇത് അറിയണമെങ്കിൽ തിരുവനന്തപുരം RCC ഒന്ന് പോയി നോക്കിയാൽ മതി. RCCയിലേക്കൊന്ന് പോകണം, ഇടയ്ക്കൊന്ന് പോകണം. RCCയിൽ ചെന്നാൽ സുബ്ഹാനല്ലാഹ്, നാവിന് ക്യാൻസർ പിടിച്ച ഒരു വാർഡുണ്ട്. ആ നാവിന് ക്യാൻസർ പിടിച്ച വാർഡിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരെ കാണാൻ കഴിയും. വെള്ളം കുടിക്കാൻ കഴിയൂല. ഞാൻ ചോദിച്ചു, ജ്യൂസാക്കിയിട്ട് കുടിച്ചു. ഉസ്താദെ നിങ്ങൾക്ക് പറയണമായില്ല, പറയാൻ ഇവർക്ക് സംസാരിക്കാൻ കഴിയൂല. അങ്ങനെ താങ്ങട്ട് ഇങ്ങോട്ട് ഇറക്കുമ്പോ ഇവണ്ണ് ഇങ്ങോട്ട് വേദന വന്നിട്ട് അണ്ട് ഇറങ്ങൂല, ഇങ്ങോട്ടേ വരുന്നു. വെള്ളം എന്നിട്ട് ഇവിടെ ഓട്ട കുത്തിയിട്ട് പൈപ്പ് ഇട്ടിട്ട് സമയാസമയം ജീവൻ നിലക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുക, ജ്യൂസ് കൊടുക്കുക. അപ്പൊ മൂപ്പർ പറയാ, ഈ ജ്യൂസിന്റെ ഒരു ടേസ്റ്റ് അറിയാം, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മാസങ്ങളായി അറിഞ്ഞിട്ട് കൊതിയുണ്ട് ഉസ്താദേ, താല്പര്യമുണ്ട് ഉസ്താദേ, എന്തെങ്കിലും ഒന്ന് അറിയാം കഴിയണില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളുടെ കൂടെ അല്ലേ നമ്മളൊക്കെ ഒന്ന് തിന്നണ ഇന്നൊക്കെ പഠിച്ചോനെ അല്ലോ, ഇന്നൊക്കെ എന്റെ ചോറ് ചപ്പാത്തി കോഴി ബീഫ് ഇങ്ങനെ റാഹത്ത് ഭക്ഷണം. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങളും ഉണ്ടാത്ത അള്ളാഹു ബർക്കത്ത്. ഞാൻ തിന്നാണെന്നേ നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ വെച്ചിട്ടാണ് ആ യുദ്ധം. അതല്ല, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അത് ഉണ്ടാക്കിയ ഉമ്മ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ഓരോ കല്യാണപ്പേരിയിൽ പോകുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഭക്ഷണത്തിന്റെ തളികയുടെ രുചിയുടെ എന്തൊക്കെ അള്ളാന്റെ ഹബീബിന് പോലും കിട്ടാത്ത സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ സൗഭാഗ്യം തന്നിട്ട് പോലും അള്ളാന്റെ ഹബീബ് കരഞ്ഞ പോലെ ഒന്ന് കരയാൻ നമ്മളില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രുചികരമായ ഭക്ഷണം നമ്മൾ തിന്നുമ്പോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാം ഭക്ഷണം കൊടുത്തോളൂ. ഉമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ റാഹത്തോടുകൂടെ ചിന്തിക്കണം, പടച്ചോനെ ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ വേദനയോടുകൂടെ കിടക്കുന്നുണ്ട്, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ട് അവരെ ഇനിയും
പഠിച്ചത് പഠിച്ചോനാണല്ലോ, അവരെ രോഗം ഒന്ന് മാറ്റി കൊടുക്കണേ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിനോട് അത്തിപുരസ്താദ് പറഞ്ഞതാട്ടോ, ആ വാക്കാണ് ഞാൻ ഇന്നും നിലനിർത്തുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു ഓർമ്മ വേണം എന്ന് എന്നോട് അത്തിപുരസ്താദ് പറഞ്ഞ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ മാസത്തിൽ ഇവിടെ നടക്കുന്ന പരിപാടി, നിങ്ങളെ വാപ്പ അമ്മ ആരൊക്കെ മരിച്ചു, ഉമ്മയും വാപ്പയൊക്കെ മരിച്ചു ഖബറിലാണ്. അവരിവിടെ ഇട്ടേച്ച് പോയ സ്വത്തുക്കൾ നമ്മളാണ് അനുഭവിക്കുന്നത്. ലക്ഷക്കണക്കിന് ഉറപ്പെടുത്താൽ പോലും കിട്ടാത്തതാണ് അള്ളാഹു നമുക്ക് തന്നത്. ഉപ്പാന്റി ഉമ്മാന്റി ചിലവർക്ക് ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കാണ്ടാവില്ല, ഓരോ സ്വത്തും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ അവർ കിടക്കുന്നത് ഖബറിലാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഖബറിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എത്ര പ്രയാസപ്പെട്ട് എന്നെ നോക്കിയതാണ് പഠിച്ചോനെ. 10 മാസക്കാലം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ എത്രയോ ഇടങ്ങറായി നോക്കിയതാണല്ലോ പഠിച്ചോനെ. ഇന്നിപ്പോ നോക്കാന് ഹോസ്പിറ്റലുകൾ വേറെ, 4 പീസം കിടന്നാൽ മതി, പൈസ ഇങ്ങനെ എണ്ണി കൊടുത്താൽ മതി, നോക്കാന് തലയണ മന്ത്രത്തിന്, ആട്ടാന്, കുട്ടി നോക്കാന്, കുളിപ്പിച്ചാന് എല്ലാ സൗകര്യം ഇന്നുണ്ട്. ഇട്ടെന്നെ മരോളന്ന് പ്രസവിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇടങ്ങറ് കാണുമ്പോ വല്ലാത്തൊരു വിഷമമാണ്. ഈ സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്ത് വല്യമ്മ 13 പ്രസവിച്ചപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നോക്കാൻ ആളുണ്ടായിരുന്നില്ല, കുളിപ്പിച്ചാൻ ആളുണ്ടായിരുന്നില്ല, എണ്ണയേക്കാൻ ആളുണ്ടായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ നോക്കിയതാണല്ലോ പഠിച്ചോനെ. ഇന്ന് അമ്മ കിടക്കുന്നത് ഖബറിൽ.